ഹലോ, ആ റിയാക്കത്തെ എവിടെ? എന്താ സുഖല്ലേ? സുഖം സുഖമായിട്ടിരിക്കുന്നു. എവിടെ എവിടെയാ? ഉറങ്ങിയ? ഏയ് അല്ലല്ല, പിന്നെ എന്നെ മനസ്സിലായിണ്ടാവും അല്ലേ? മനസ്സിലായില്ലല്ലോ. പേര് പറയോ? പേര് അൽത്താഫ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ആ നമ്പർ. അൽത്താഫ്. ഇപ്പൊ പിന്നെ മനസ്സിലായി, പറഞ്ഞു. ആ യൂട്യൂബിൽ മറ്റേ ചങ്ങായിന്റെ ഫോട്ടോ ഇട്ട് മോശമായിട്ടോ. ആരെ ഫോട്ടോ? മറ്റേ എന്റെ ആ യുഎത്തെ യുവത്തെ ഫോട്ടോ. യുവന്റെ വീഡിയോ ചെയ്യുമ്പോ യുവന്റെ ജുനൈദിന്റെ. ഫോട്ടോ എടുക്കണ്ടേ? ജുനൈദിന്റെ വീഡിയോ ചെയ്യുമ്പോ ജുനൈദിന്റെ ഫോട്ടോ എടുക്കണ്ടേ? ഓന്റെ വീഡിയോ അല്ലേ, ഞാനല്ല വിളിച്ചത് നിന്നെ. എന്റെ വീഡിയോയില് ഫോട്ടോ ജുനൈദിന്റെ ഒന്നല്ലല്ലോ. പിന്നെ ആ വോയിസില് ജുനൈദിന്റെ ഫോട്ടോ അല്ലേ, ഇത് കണ്ടെല്ലാരും അല്ലല്ലോ. പറയും. അതിന്റെ കമന്റ് വായിച്ചു നോക്കുക, നിന്റെ അത് ആളുകൾ ശരി. തന്നെ ഇപ്പൊ പറഞ്ഞു ജുനൈദ്. എന്നെ കണ്ടിട്ട് മമ്മൂട്ടിനെ പോലെ ആൾക്കാർ പറയണ്ടേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തത്തെ ലിയാക്കത്ത് ഈ ചന്തല്ലായി എന്ത്? പറയണേ. അത് ശരി. നിങ്ങളൊക്കെ ഒരേ ടീമല്ലേ? അല്ല, വർത്തമാനം പറയാൻ തന്തല്ലായ്മ പഠിച്ചിട്ട് വിളിച്ചിക്കണേ മാത്രം മുന്നോട്ട് പോയതല്ലേ, വെറുതെ സമയം തന്തല്ലായ്മ കളയണ്ട. എന്തറിയോ, നമ്മള് വെറുതെ അല്ല അന്തല്ലായ്മ പഠിക്കല്ലായ്മ. ആയാലും മറ്റും പറഞ്ഞ തന്തയില്ലായ്മ ആയാലും അതെന്തോ ആ തന്തല്ലായ്മ എന്ന് പറയാൻ കാരണം, ഒരാളെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ലിയാക്കത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ സംശയം എന്തിനാ, റീച്ചിന് കിട്ടാൻ വേണ്ടിട്ടാ. ഓ, ആരുടെ? നമ്മുടെ ജുനൈദിന്റെ. അപ്പൊ ജുനൈദിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ റീച്ച് ഉണ്ടാക്കുക. പിന്നെന്താ, നിങ്ങൾ ഭയങ്കര വിവരദോഷികളാണ് കേട്ടോ. എന്താണ് ലിയാക്കത്ത്? ഈ ലിയാക്കത്തെ ഞാൻ ജുനൈദിന്റെ നിന്നോട്, ഫോട്ടോ വെച്ചിട്ട് ഞാനേ വേറെ നിക്ക് വീഡിയോ. നിക്ക് ഒരു മിനിറ്റ്. ഈ ഒച്ച ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഒച്ച ഒച്ച ഉണ്ടാക്കാൻ ഉണ്ടാക്കില്ല, തുടങ്ങുന്ന പറയുന്ന സമയത്ത് കേൾക്ക്. കട്ട് ആദ്യം ചെയ്യും. ഞാൻ ഒരു കാര്യം ഞാൻ വിളിക്കാൻ പറഞ്ഞു, നീ ഇപ്പൊ വരും, എന്നിട്ട് നീ പറഞ്ഞതിനുള്ള മറുപടി കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ടില്ലേ, അല്ല, ഞാൻ ഇജ്ജ് പറയട്ടെ. അങ്ങനെ ഞാനല്ല മൊത്തം വിളിച്ചത്. തീർക്കാൻ നിൽക്കണ്ട ചെയ്യ്. ഇജ്ജ് ഞാൻ ഈ ഇതാണ് പറഞ്ഞതിനുള്ള ആദ്യം ഇതാണ് കേക്ക്. യുക്തിവാദികളുടെ സ്വഭാവം, ഒന്നും പറയാൻ ആദ്യം സമ്മതിക്കില്ല. പറഞ്ഞതിനുള്ള മറുപടി കേക്ക്. പറഞ്ഞ ഞാൻ ഡയലോഗ് പറഞ്ഞു ഉണ്ടല്ലോ, അതിനുള്ള കഴിഞ്ഞിട്ടില്ലല്ലോ. മറുപടി കേക്ക്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വണ്ടി വിടുമോനെ. നീ ഇപ്പൊ ലിയാക്കത്തെ. പറഞ്ഞ ഡയലോഗിനുള്ള മറുപടി കേൾക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, എന്നാ ഇല്ലെങ്കിൽ ഇജ്ജ് വിട്ടോ, പറയാം, വണ്ടി എന്നാ ഇജ്ജ് വിട്ടോ. പറയാം. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇജ്ജ് കേൾക്കണ്ട ഇനി കേട്ടോ. വിട്ടോ, ഇനി കേട്ടോ, ആ ഇനി കേട്ടോ. ജുനൈദിന്റെ വീഡിയോ ഞാൻ ജുനൈദിന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജുനൈദ് എന്ന് പേര് എഴുതിയിട്ടുണ്ടാവും. ആ പിന്നെ മനസ്സിലായോ? അതായത് ആ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന യു ആ എ എന്താ നാറികൾ എന്ന ആ പേരിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ആ ചെയ്തിട്ടുണ്ട്. ആ ജുനൈദിന്റെ പേരെടുത്ത് ഉം, എഴുതിയിട്ടുണ്ട്, ഉം. ജുനൈദിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ജുനൈദ് പറയണ കേൾപ്പിച്ചിട്ടുണ്ട്, ജുനൈദിന്റെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ ജുനൈദിനോട് അതുമായിട്ട് വരാൻ പറ. അല്ലാതെ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു സാമ്യം തോന്നി, ഇപ്പൊ നിന്റെ അതേ സംസാരം നീ കേട്ടോട്ടോ, നിന്റെ ശബ്ദം, സംസാര രീതി, നിന്റെ എല്ലാത്തരം ഡയലോഗും, ഇതെല്ലാം പിന്നെ ഇതിന്റെ എല്ലാം സമീകരിച്ചിട്ട് ഒരു എഐക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടായി വരുന്ന ഫോട്ടോ, അത് അവനോട് സാമ്യം ഉണ്ടെന്ന് അവനക്ക് തോന്നിയിട്ട് അതിന് എന്നോട് ഒച്ചിട്ടൊരു കാര്യമില്ല. ഒന്ന്. രണ്ടാമത് അതിന് ഒച്ചിടേണ്ട ആളിച്ചല്ല. ഇനി രണ്ടാമത്, ജുനൈദ് എന്റെ ഫോട്ടോ മാത്രം വെച്ച് ജുനൈദിന്റെ ഫോട്ടോ വെക്കാതെ ഞാനും ജുനൈദും തമ്മിലുള്ള കോൾ റെക്കോർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും? റീച്ച് കിട്ടാനായിരിക്കോ? അവരുടെ ഞാൻ ചാനലിൽ കേട്ടോ ചോദിക്കട്ടെ. അവരുടെ ചാനലില്, അവനിപ്പോ അപ്ലോഡ് ചെയ്ത ചാനലില് 872 വ്യൂ ആണ് ഈ 5 ദിവസം കൊണ്ട് നിന്നിട്ട് കിട്ടിയത്. ആയിക്കോട്ടെ, ഞാൻ മനസ്സിലായോ? പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ റീച്ച് ഡയലോഗ് നമ്പർ, അതിന്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ എത്ര അറിയോ നിനക്ക്? അതിന്റെ മുമ്പത്തെ വീഡിയോ 120, 124. നീ എഴുതിയ തമ്മിൽ എന്താ യു എ പോരാളി, മറ്റേത് പറഞ്ഞാൽ യു എ പോരാളിയാണ്. ഈ യു എ പോരാളിയാണ്. ഞാൻ യു എ പോരാളിയാണ് നീ. യു എ പോരാളി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ യു എ അത് പോരാളി എന്താ? ഈ തരം ഡയലോഗ് അടിക്കുന്ന ഉളുപ്പില്ലായ്മ അസോസിയേഷനിൽ പെടുന്ന എല്ലാവരും യു എ ഉളുപ്പില്ലായ്മ പോരാളിയാണ്. അസോസിയേഷൻ ആണ്. ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. യു എയുടെ ചാനലിന് നീ എന്നെ വിളിച്ചല്ലേ? യു എയുടെ ഞാനല്ല ചാനലിന് സംസാരിക്കേണ്ടത്. അയ്യോ വിളിച്ച എന്നാ ഞാൻ എന്താ എന്റെ സമയം അനക്ക് ഇങ്ങനെ വെറുതെ ദാനം തരാ? എന്താണ് ഒരു യു എ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞ ക്ഷമല്ലേ? അവസാനിപ്പിക്കാണ്. അതായത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള മൂന്നാം കട വർത്താനം പറയുമ്പോ ആലോചിക്കാം. ഓക്കെ, ഒന്ന് അവരുടെ അവിടെ റീച്ച് അവിടെ കിടക്കണോ, എന്റെ റീച്ച് അവിടെ കിടക്കണോ എന്നൊക്കെ. ഇത് ഞാൻ മറുപടി പറയേണ്ടത് പോലും വേവലാതിയാണ്. എന്റെ ഫോട്ടോ, എന്റെ അഡ്രസ്, എന്റെ ഈ ഫോട്ടോ അയച്ചെന്നോ? ആ ഫോട്ടോയിൽ തമ്മിൽ ഇപ്പൊ തന്നെ മാറ്റാം. ആയിക്കോട്ടെ, ഞാൻ അയച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ നിന്നോട് അന്ന് വെച്ചപ്പോ നീ എന്താ ഈ തരില്ലാന്ന് പറഞ്ഞു. ഈ ഫോട്ടോ അയച്ചു തരില്ലാന്ന് പറഞ്ഞു. എന്തൊരു പെടായ നീ പറയണത്. ഞാൻ ലാസ്റ്റ് വോയിസിൽ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അതിന്റെ അറിയാൻ വേണ്ട, എനിക്ക് അതിന്റെ ഫോട്ടോ അത് ഏത് അവസ്ഥയിലാണ് സംസാരിച്ചിരുന്നു? അവസ്ഥ തന്നെ ഒരു അയച്ചെന്നോ? ഇപ്പൊ കഴിഞ്ഞിട്ട് ഇതിന്റെ ആവശ്യം ഒരാൾ ഫോട്ടോ ആവശ്യമില്ല. കാരണം നീ എന്നോട് അന്ന് പിന്നെ ജുനൈദിന്റെ ഫോട്ടോക്കുള്ള കേസ് ജുനൈദ് തന്നെ വിളിക്കുമ്പോൾ മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഉണ്ടോ ഈ യു എ പോരാളിയാണോ അല്ലേ? ഞാൻ യു എ പോരാളി പിന്നെ എന്തിനാ ഈ ടീമിലില്ല. പിന്നെ ജുനൈദിന് വേണ്ടിട്ടല്ല ഞാൻ ആ വോയിസ് ഇപ്പളാ കേട്ടത്, ആ സംഭവം ഇപ്പളാ വീഡിയോ കേട്ടത്. ഞാൻ ആ യൂട്യൂബിൽ കണ്ട് നീ ജുനൈദ് വിളിച്ചതും, പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോ എന്നാണ് കണ്ടത്, അവന്റെ വീഡിയോ എന്നാണ് കണ്ടത്? നിന്റെ വീഡിയോ റീച്ച് എനിക്കാണ് അപ്പോഴേ. ഈ പോലും വന്നിട്ട് ഇന്ത്യയിലെ കാണണേ. പോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് എന്റെ ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ളത്. ജുനൈദിന് അപ്പുറത്തുണ്ടേ. എന്താ ജുനൈദിന്റെ ഫോട്ടോ ജുനൈദിന് വെച്ചൂടെ? സത്യം പറഞ്ഞ എത്ര വരുമാനം മാസം കിട്ടണത്? അത് ഭയങ്കരമാണ്. എനിക്കൊന്ന് ഏറ്റിയാ പോലും പൊങ്ങൂലാത്ത അത്രയും വരുമാനമാണ്.
അതുണ്ട്, ഇജ്ജ് പറ, അതുകൊണ്ടല്ലേ നീ വർത്താനം പറ. കളിക്കുന്നത്. വിഷയം എന്തെങ്കിലും വേറെ സബ്ജക്ട് ഉണ്ടോ? വിഷയമൊന്നുമില്ല, വെറുതെ നീ ഇപ്പൊ വേളം വെച്ച ഇമാതിരി അവസാനം അതായത് ആദ്യം ഇപ്പൊ തുടക്കത്തിൽ മാന്യമായി തുടങ്ങി, പിന്നെ ഞാൻ ഉത്തരം മാന്യമായിട്ട് മുട്ടുമ്പോ തുടങ്ങാന്നറിയോ? ആകെ മാന്യം ബേജാറായി ഒരു ബഹളം ഉണ്ടാക്കി അങ്ങനെ മാന്യതയില്ല, പോകാനല്ലേ? ഒരു മാന്യതയില്ല. കള്ളക്കഥ അങ്ങനെ പറഞ്ഞുണ്ടാക്കുക. നിനക്ക് തോന്നിയ അഭിപ്രായം നീ എന്നാ ശരി, പറഞ്ഞു നടന്നിട്ട് എന്നിട്ട് അത് ശരി ഇത് ആയിക്കോട്ടെ. നിങ്ങട്ടെ, എന്നിട്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുക ഓരോന്ന് പറഞ്ഞിട്ട്. അത് വേറെ ഒന്നുമില്ല. അതെ എന്നിട്ട് അതെ, മതം ശരി നമ്മൾ പറയുമ്പോ അത് ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് വ്യാഖ്യാനം പറ്റൂല. നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് നല്ല പ്രവാചകനെ ശരി, കുറിച്ച് നല്ല സബ്ജക്റ്റ് ഒന്നുമില്ലല്ലോ, കാര്യങ്ങളും വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇല്ലല്ലല്ല പറയട്ടെ. പറഞ്ഞിരിക്കാനല്ലേ? എന്തിട്ടാ നീ സബ്ജക്റ്റ് സബ്ജക്റ്റ് അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തിട്ടാ എന്തിട്ടാ ചോദിക്കട്ടെ അനക്കറിയാ? എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം തെറ്റാണ് എന്തിട്ടാ എന്താണ് അനക്കറിയാ? നിനക്കെന്താ അറിയാ? നിനക്ക് എന്തിട്ടാ അറിയാ? നിനക്കെന്താ അറിയാ? വ്യഭിചാരം തെറ്റാണോ? ഞാൻ വീഡിയോ ഇപ്പൊ വെബ് കേട്ടോ, എന്റെ വീഡിയോകൾ റിയാക്ഷൻ വീഡിയോകളാണ്. ശ്രദ്ധിച്ചു കേട്ടോട്ടോ. ഞാൻ കഴിഞ്ഞ കുറച്ചധികം വർഷമായിട്ട് ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അത് കേൾപ്പിച്ചുകൊണ്ട് അതിൽ അവർ പറഞ്ഞ അബദ്ധവും മണ്ടത്തരവും നുണയും ആൾക്കാരെ പറ്റി കുറ്റം മീൻസ് ഇല്ലാത്ത കാര്യം ഹദീസ് എന്ന് വരെ കോട്ടിമാട്ടുന്നതൊക്കെ എടുത്തിട്ട് ഹദീസും കാണിച്ച് കൃത്യമായ മറുപടി കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, ആദർശമുള്ളവൻ എന്താ ചെയ്യാ അറിയോ? ആദർശമുള്ളവൻ എന്താ ചെയ്യാ അറിയോ? ഞാൻ ആ പറഞ്ഞ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ആ തെറ്റ് ശ്രമിക്കാം. എത്രയോ ആൾക്കാർ പറഞ്ഞു, നീ അത് ഒരെണ്ണം അംഗീകരിക്കൂല. ചെയ്തിട്ടില്ല, നിന്നോട് ഒരെണ്ണം പറഞ്ഞ ചെയ്തിട്ടില്ല, നീ ഒരെണ്ണം പറയുന്നത് ചെയ്തിട്ടില്ല, ഒരു നീ വീഡിയോ ഇല്ല. പറയുന്നത് അതിന് പകരം അതങ്ങനെയല്ല, എന്താ ചെയ്തത്? അതിങ്ങനെയാണ്. ഇപ്പൊ ആ എല്ലാരും കൂടെ ഖുർആനിന്റെ ആയത്ത് ഇരുന്നിട്ട് ഇന്നലെ പറഞ്ഞ സൂറത്ത് ബക്കറയിലെ ഖുർആനിലെ ആയത്ത്, നിങ്ങൾ അയൽപക്കത്തുള്ള ആളുകളോട് യുദ്ധം ചെയ്യണം എന്നുള്ള അയൽപക്കത്തുള്ള ഉം, കാഫിര്യങ്ങളോട് യുദ്ധം ഉം. ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിന് അതിന്റെ വിശദീകരണം നോക്കിയത്, അതിനെന്താ പറഞ്ഞു വിശദീകരണം നോക്കിയത്? നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നീ വിശദീകരണം ഉണ്ട്, നോക്കിക്കോ, അപ്പുറത്തെ അതിനെന്താ? ആയത്ത് നോക്കിയാൽ ആ മനസ്സിലാവും. എന്താ ഇത് എന്താണ് പറഞ്ഞോ? യുദ്ധ ഏത് പശ്ചാത്തലത്തിലുള്ള യുദ്ധം പറ? ആയത്ത്. ഏത് യുദ്ധം എന്നല്ല, യുദ്ധ പശ്ചാത്തലം. ഏത് അത് ഏത് യുദ്ധം? യുദ്ധം, പല ഏത് യുദ്ധങ്ങളും യുദ്ധം? വരാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും യുദ്ധ പശ്ചാത്തലം ഉണ്ടായ അത് അയലോകത്തുള്ള മദീനയിലെ കാഫറുകളോട് ഒരു യുദ്ധം ചെയ്യുക? സാഹചര്യം, മദീനയിലെ ഒരു ഏത് യുദ്ധ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യം ഉണ്ടായാൽ അയലോകത്തുള്ള കാഫറുകളോട് യുദ്ധം ചെയ്യണമെന്ന് പറയാ? എന്താണ് അതിൽ പറയണത് റിയാക്കട്ടെ? എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ ഉദാഹരണം അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചൊരു കോമൺ സെൻസ് വേണം. ആ കോമൺ സെൻസ് വേണം, അത് നിങ്ങൾക്ക് ഇല്ലല്ലോ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും അത് ഓഫ് ചെയ്ത് വെക്കണം എന്നല്ലേ ബാസിൽ പറയുന്നത്? എന്റെ കോമൺ ഭാഗത്ത് സെൻസ് ഓഫ് ചെയ്യാൻ പാടില്ല. അതന്നെ പറഞ്ഞു. അല്ല ഞാൻ ഖുർആനിൽ ഒരു ചോദിക്കട്ടെ, അല്ല സാധനമുണ്ട്. അയൽപക്കത്തുള്ള ഒരാളെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചോദ്യം ഏതാണ് ഈ അയൽവക്കത്തുള്ള ആള്? ഞാൻ ചോദിക്കാം, അതാ ചോദിക്കാൻ നീ അയൽവക്കത്തുള്ള ആളോട് കാഫിറിനോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? നിങ്ങൾ എന്താണ് അടുത്തുള്ള അർത്ഥം? യുദ്ധം എന്ന് പറഞ്ഞാൽ അതെന്തായത്? ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ ഉദാഹരണം ഇന്ത്യ എന്ന രാജ്യത്ത് ഇപ്പൊ ഉം, പല ശത്രു രാജ്യങ്ങളും, ചൈന ഇന്ത്യന്റെ ഒരു രാജ്യത്ത് ഉം, നോക്കുമ്പോൾ ശത്രു രാജ്യമാണ്. ഉം, അതുപോലെ തന്നെ പാകിസ്ഥാൻ ശത്രു രാജ്യമായിട്ട് കണക്കൂട്ടിക്കോ. ഉം, അങ്ങനെ അതിനപ്പുറത്തും ഇന്ത്യക്ക് ഇപ്പൊ ശത്രു രാജ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഉം, കുറച്ച് അകലെയുണ്ട്, അതായത് ഉം, അടുത്തുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ മറ്റേത്. ഉം, അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരത്തേക്ക് വേറെ ശത്രു രാജ്യമുണ്ട്. ഉം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഉം, പല കാര്യത്തിലും ആക്രമണങ്ങൾ വരും, ഉം, പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കും. അപ്പൊ നമ്മൾ പോയിട്ട് നേരെ ഉം, ദൂരെയുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഉം. അടുത്തുള്ള ആളുകളോട് നിങ്ങൾ എന്ത് എന്നാ ചെയ്യണം? കേട്ടോ, ഒന്ന് ഈ ആ പറഞ്ഞതിന്റെ മണ്ടത്തരം കേട്ടോ. പറയാം. ന്യായീകരിക്കുമ്പോ ഒരു സൈഡ് നോക്കണം. അതായത് പറയാം. ഇപ്പൊ നമ്മളോട് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു ഇസ്ലാമിക് സൈന്യം വരികയാണ്. ആ അപ്പൊ ആ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ശത്രു രാജ്യത്തോട്, അതായത് നേരെ പോയിട്ട് പാകിസ്ഥാനിൽ ബോംബിടണം അല്ലെ? അതല്ല എന്റെ അർത്ഥം. പിന്നെന്താ അർത്ഥം? പറയണക്ക് അത് ഉം. പാകിസ്ഥാൻകാരാകുമ്പോ ഉപദ്രവിക്കുന്നുണ്ട്, ഏയ് എല്ലാ ഏയ് ഭാഗത്തും ഏയ് ഉപദ്രവം വരുന്നുണ്ട്. ഏയ് പറയണക്ക് യുദ്ധത്തിന് ഞാൻ വരും. പറഞ്ഞ ഒരു രാജ്യം യുദ്ധത്തിന് ഒരു വരുന്നു. രാജ്യം യുദ്ധം ഒരു ചെയ്യാൻ രാജ്യം ഇവരൊക്കെ യുദ്ധത്തിന് വരുന്നു. ശക്തികളായിട്ടാ വരിക. അപ്പൊ അത് ഉസ്ബെക്കിസ്ഥാനെന്നോ അല്ലെങ്കിൽ അതായത് ഇത് ഇറാഖെന്നോ പറയുന്നത് ഇറാനെന്നോ ബഹുദൈവ ഇസ്ലാമിനെ ആരാധികര ഇറാനിൽ നിന്ന് ആരാധികര നമുക്കെതിരെ യുദ്ധത്തിന് പറയണക്ക് വരുമ്പോ അല്ലെങ്കിൽ പറയണക്ക് ഇറാഖ് ഉദാഹരണം പറയും. നമുക്കെതിരെ സിറിയയിൽ ഞാൻ നിന്ന് പറയണക്ക് വരുമ്പോ നമ്മൾ ഞാൻ അടുത്തുള്ള പറയണക്കല്ലേ അത് ഞാൻ അടുത്തുള്ള മറുപടി പറയാം. മുസ്ലിം രാജ്യമായ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ ആക്രമിക്കണം അല്ലെ? ഞാൻ മറുപടി പറയട്ടെ. ഇതാണ് അമാനി മൗലവിന്റെ തഫ്സീർ. അത് അങ്ങനൊന്നല്ല. ഈ ഉദാഹരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ സുഹൃത്തെ, ഇതിൽ എവിടെ ശത്രുരാജ്യമാണ്. യുദ്ധത്തിന് വരുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. യുദ്ധത്തിന് വരുന്നതിന്റെ പശ്ചാത്തലം അതാണ്. പശ്ചാത്തലം പറഞ്ഞോ, വായിച്ചോ. പശ്ചാത്തലം ഞാൻ ഖുർആൻ പണ്ഡിതനാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾ, ലിയാക്കത്തോ ഞാനല്ല പറയുന്നത്. എന്നാ ഇന്നലെ പറഞ്ഞ ആളെ പറ, അത് അങ്ങനെ എഴുതി അങ്ങനെ വെച്ച പറഞ്ഞ ഒരാളെ പറ. ഇബ്നു കസീറിന്റെ തഫ്സീർ എടുക്ക്, എടുക്ക്, വായിക്കാം. എടുക്ക്, വായിക്ക് എന്ത് വായിക്ക്? വായിക്കാം. ഇതെന്താണ് അമാനി മൗലവിന്റെ അല്ല, ഇബ്നു കസീർ അല്ലേ പറഞ്ഞ? ഇബ്നു കസീറിന്റെ എടുത്തോ. ഏതാണ് വചനം? 2:123. അത് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്ക്. ആദ്യം 9:123. 2 9:123. 9:123 പറഞ്ഞ് കുടുങ്ങി കൂട്ടിയേ. എന്നാ പറ 9:123 യുദ്ധമില്ല. എന്താണ് അതിൽ പറയുന്നത്? പറഞ്ഞോ. എന്താ യുദ്ധമല്ല പിന്നെ എന്താണ് പറയുന്നത്? പറഞ്ഞോ. ഈ ഏത് തഫ്സീർ എടുക്കണ്ടേ? 9:123 ഇബ്നു കസീർ. ഇബ്നു കസീർ. ആയത്ത് പിന്നെ എന്തുമായി ബന്ധപ്പെട്ടാണ് ആയത്തിന്റെ? നമുക്കത് തീരുമാനമാക്കിട്ട് പോയി. ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കാൻ വിളിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനെ പറ്റിയിട്ടാണ് പറയണത്? നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്നേ. അതിന്റെ മുന്നത്തെ വമ കേട്ടോ, 22-ാമത്തെ ആയത്ത് മുതൽ 122 മുതൽ വമ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫത്തൻ ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതവഫഖു ഫിദ്ദീനി വലിയുൻദിറു. മലയാളത്തിലുള്ള തഫ്സീറിൽ ഇപ്പോ ഏതാ എടുക്കണ്ടേ? എനിക്ക് പുസ്തകമുണ്ട്. അമാനി മൗലവി. അമാനി മൗലവിന്റെ പുസ്തകത്തില്ല.
വേറെ എന്റെ പറ. ഖുറാനിലെ അമാനിമലേ ഉള്ളൂ മൊബൈലില്. ഇപ്പൊ മൊബൈലുള്ളൂ. മൊബൈലിലെ അല്ലെ ഇബിന് അമാനി കസീർ ഉണ്ടോ? പോട്ടെ. ഇബിന് ഐ ജമൽ കസീറും ഖത്താൽ അമാനിയും തന്നെ അദൂബിഹി എടുക്കാം. ഫൈന ഹസല 230 അലൈഹി മുസ്തഖ് ബിദാലിക 223 വേണ്ടേ? 122 123 നോക്കാം. 122 അതിലെന്താണ് പറയുന്നത്? 123 അതിന് ആദ്യം ഇബിന് അർത്ഥം പറഞ്ഞു. കസീറിന്റെ. ഇബിന് കസീർ ഉണ്ടോ? ഞാൻ അറബി അറിയാം. ഇത് ഇബിന് തഫ്സീർ, ഇത് നിങ്ങളുടെ സാദിയാണ്. നമ്മൾ സാദിന്റെ തഫ്സീർ ഇബിന് കസീർ എടുക്കട്ടെ. ഇബിന് കസീർ അറബിയാണ് എന്റെ അടുത്തുള്ളത്. വായിച്ചോർത്തം പറഞ്ഞു. എനിക്ക് അത്ര അറബിയൊന്നും അറിയില്ല. ഈ പറഞ്ഞു എനിക്ക് അത്യാവശ്യത്തിന് വേണ്ട അറബിയൊക്കെ അറിയുള്ളൂ. അത്യാവശ്യത്തിന് വേണ്ടി അറബി അറിയുള്ളൂ അല്ലേ? 9:123 അല്ലേ? 122 എടുക്കാം ആദ്യം. 9:122 123. നീ അതില് എടുത്ത ആദ്യ ആയത്ത് ഒന്ന് നോക്ക്. നീയല്ലേ പറഞ്ഞ ആയത്തില് അതില് എന്താ പറയുന്നത്? സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാവുന്നതല്ല. അതായത് യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് അവിടെ. എന്തിനെ കുറിച്ചാണ്? ഏതെങ്കിലും ഏത് യുദ്ധമാണെങ്കിലും, ഏത് യുദ്ധം എന്നല്ല, യുദ്ധത്തിന് പൊതുവായിട്ടുള്ള ഒരു നമ്മൾ ഏത് യുദ്ധത്തിന് പാകിസ്ഥാനായിട്ട് യുദ്ധമാണോ മറ്റു യുദ്ധം എന്നല്ല, ഏത് യുദ്ധത്തിനുള്ള കോമൺ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതായത് സുഹൃത്തെ, ഇനി 122 സത്യവിശ്വാസികൾ ഏറ്റവും മാന്യമായിട്ട് അർത്ഥം വെച്ച സാധനം കേട്ടോ. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് ഞാൻ വായിച്ചുതരാം. കഴിഞ്ഞിട്ടില്ലേ? ഞാനല്ലേ പറഞ്ഞു സത്യവിശ്വാസികൾ ആകമാനം എന്തിനാണ് ഉദ്ദേശിച്ചത്? യുദ്ധത്തിന് പുറപ്പെടാവുന്നതല്ല. ഏത് യുദ്ധത്തിലായിക്കോട്ടെ, ഏത് യുദ്ധത്തിൽ. എന്നാൽ അവരിൽ ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയിക്കൂടെ? ഖുർആൻ ചോദിക്കണം. അതായത് ആരോഗ്യവും പിന്നെ ആയോധന പാഠമുള്ള ആളുകൾ, അതായത് കുറച്ചൊക്കെ അതായത് അന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മാതിരി പ്രത്യേക സൈന്യോ അങ്ങനെയൊന്നുമില്ല, തീറ്റിപ്പൊറ്റി അങ്ങനെയൊന്നുമില്ല. കാരണം അന്ന് സാമ്പത്തികമായിട്ടില്ല, പിന്നെ അതിനുള്ള കഴിവുള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും അല്ലല്ലോ, അറിയാലോ. അപ്പൊ അന്ന് അല്ല ആരോഗ്യവും, അന്ന് ഇസ്ലാമിന്റെ കാലഘട്ടം എന്ന് എല്ലാവരും യുദ്ധത്തിന് പോകും, അതായത് പ്രതിരോധിക്കാൻ വേണ്ടിട്ട് പോകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പ്രതിരോധമാണ്, അല്ലാതെ അനുവാദമല്ല. യുദ്ധം പ്രതിരോധമാണ്, അല്ല നമുക്ക് പോവാം. ജാതി അർത്ഥം പറഞ്ഞു ഞാൻ മനസ്സിലായി. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധം എന്ന് ചോദിച്ചാലേ അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. 9:123 അല്ലേ? സൂറത്ത് തൗബയിലെ വചനല്ലേ കഴിഞ്ഞിട്ടില്ല. അപ്പൊ യുദ്ധരംഗത്തുള്ള അതിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയണേ. വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയിക്കൂടെ എന്ന് ചോദിക്കണം. ഖുർആൻ ഒരു മുന്നിൽ ഒരു വിഷയം വെക്കുകയാണ്. അത് ബാക്കിയുള്ള ആളുകൾ, കുറച്ച് ആൾക്കാർ മാറുന്നത് ബാക്കി നബിയോടൊപ്പം എന്ത് ചെയ്യാ, ദീൻ പഠിക്കുക. കാരണം തിരിച്ചു വരുമ്പോ ചിലപ്പോ എത്ര ആൾക്കാർ ജീവിച്ചിരിക്കും എന്നും അറിയില്ലല്ലോ. ഖുർആൻ പോലും ക്രോഡീകരിക്കാൻ കാരണം അതാണ്. എന്ത്, അതായത് കുറെ ആൾക്കാർ മരിച്ചുപോയി ഖുർആൻ ഇതാവും എന്നുള്ള ഒരു ആശങ്ക അവർക്കിടയിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ എല്ലാവരും ഒരു നാട് മൊത്തം പോകുന്നില്ലേ, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കണം അല്ലെ? പ്രധാനമന്ത്രി പോലൊന്നും യുദ്ധത്തിന് പോലല്ലോ. ശരി, ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ആയത്ത് 122 ആയത്ത്. ഇത് അടുത്ത ആയത്ത് പറയുന്നത് എന്താണ്? പിന്നെ അടുത്തൊരു ഉപദേശമാണ്. എന്താണ് അടുത്ത കേട്ടോ? യാ അയ്യുഹല്ലദീന ആമനു ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാരി വൽ യജിദു ഫീകും ഖിൽതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പൊ അതാരാണ്? തഞ്ചം കിട്ടുമ്പോൾ തഞ്ചം കിട്ടുമ്പോ നിക്കട്ടെ. എന്താ വായിച്ചത്? സത്യവിശ്വാസികൾ എന്താ അർത്ഥം? മിനൽ കുഫാരി, അതുകൊണ്ട് വായിക്കേ. കാത്തിലൂന മിനൽ കുഫാരി, അതുകൊണ്ട് വായിക്കും. മിനൽ കുഫാരി. ഇനി അതിന്റെ അർത്ഥം പറ. നിങ്ങളുടെ അടുത്ത് തക്കം പാർത്തിരിക്കുന്ന അർത്ഥം. എവിടെ തക്കം? ആ അർത്ഥം പറഞ്ഞേ. ആ അർത്ഥം ഇതിന്റെ വായിച്ച അർത്ഥം പറ. അങ്ങനല്ലല്ലോ. എന്നർത്ഥം എന്താണ് കാത്തിലൂന? എന്താണ് ആരാണ്? ഏത് കുഫാർ പറ? മദീനയിൽ. ഏത് മദീനയിലെ കുഫാർ? മദീനയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഏത് ജൂതന്മാരുണ്ടാകാം. ഒന്നാമത് ഇത് മദീനത്തല്ല, പിന്നെ ആണോ? ഈ സൂറത്ത് തൗബയിലെ മദീനയിലും മക്കയിലും ഒക്കെ ഉണ്ട്. കൂട്ടിക്കോ. മദീന പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ് കുട്ടി. മദീന പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്ത്. അന്ന് ശത്രുക്കൾ പലതരത്തിലുണ്ട്. ഒന്നാമത് ജൂതന്മാർ ഒളിഞ്ഞു. ഖുർആൻ തന്നെ അവർ പറഞ്ഞു, അവര് ഒളിഞ്ഞും തെളിഞ്ഞു നേരിട്ട് യുദ്ധത്തിന് വരൂല. അവര് ഒരു ചതിയിലൂടെയാണ്. അത് ഇന്നും വന്നു. അതും അങ്ങനെ തന്നെ സ്വഭാവമാണ്. അപ്പം മദീനയിൽ ഇറങ്ങിയ ഒരു സാഹചര്യമാണ്. ഒരു സാഹചര്യം എന്ന യുദ്ധ സാഹചര്യങ്ങൾ. സുഹൃത്തെ, എല്ലാ യുദ്ധവും അങ്ങനെ പറയാം. ഏത് യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ സാഹചര്യം. ഏത് യുദ്ധം ആവാം.
ചിലപ്പോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശക്തി അവർക്ക് മുന്നിൽ നിങ്ങൾ അങ്ങനെ ഉപദ്രവിക്കാൻ കഴിയില്ല. ജൂതര് തക്കം കിട്ടിയാല് മുസ്ലിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചരിത്രങ്ങളുണ്ട്. ഇതാണോ ഇജ്ജ് പറഞ്ഞ ന്യായം? പറയണ ഇതൊന്നും കേൾക്ക്, ന്യായീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഒപ്പിക്ക. ഞാൻ കേട്ട് വയർത്തിരിക്കാണ്. ഈ പറയണ ഇജ്ജ് കേൾക്ക്. ഇടങ്ങാറാവാണ്. നീ വേറെ എന്തിട്ട് ഇടങ്ങാറ്? ഇതിൽ ഇടങ്ങാറില്ല. കുറച്ച് ബുദ്ധി ഇല്ലോന് മനസ്സിലാവും. വായിക്ക് ചുട്ടി. പിന്നെ ആ അല്ലാതെ എല്ലാത്തിനും പിന്നെ ആമനോ കാത്തിലുള്ളതീനെ യലൂൻ. ഈ പറഞ്ഞത് അതിന്റെ മുമ്പത്തെ പിന്നെ ഇനി വചനം തഫ്സീർ ഉദ്ദേശിച്ചാല്. അതാണ് മുന്നത്തെ ആയത്തുകളിൽ പറഞ്ഞത്. ആ അതിലുള്ള ഒമാ കാനുൽ നിർദ്ദേശങ്ങളാണ്. മുഅ്മിനൂന എന്താണ് വഹാദ ലിയൻഫിറൂന. ഐലൻ, അതെ മുന്നത്തെ ആയത്ത് പറഞ്ഞല്ലോ ഉപദേശം, നിർദ്ദേശങ്ങൾ. അതേപോലെ തന്നെ ആ തഫ്സീർ ഇമാം സഅദി കേട്ടോ ഞാൻ നോക്കണേ, എല്ലാ തഫ്സീറും തന്നെയാണ്. വഹാദ ഐലൻ ഇർഷാദുൻ ആഖർ, ഇത് മറ്റൊരു ഇർഷാദാണ്. ഇർഷാദ് എന്താ അറിയോ? നമുക്ക് ഒരു ഗൈഡൻസ് നൽകണം. ഈ ഗൈഡൻസിനൊക്കെ പോകാം. ഈ വിശദീകരിച്ചോ? ആദ്യം അർത്ഥം പറയാം. എന്തിനെ കുറിച്ച് അത് പറയാം? അർത്ഥം തന്നെ എലൂന്. അപ്പൊ ഇന്റെ കുട്ടി ഈ ഒരു ആയത്തിന്റെ അപ്പൊ ഇവിടെ ചോദ്യം വരും, ഏതാണ് അയൽവാസി, അയൽപക്കത്തുള്ള. ഞാൻ എന്റെ അയൽപക്കത്തുള്ള ഒരാളെ കൊന്നാല്, ഉദാഹരണം സംഭവം ഇത് വ്യക്തീകരിക്കല്ലേ, ഞാൻ ഉദാഹരണം പറയണം. ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ് വിചാരിച്ചോ, എനിക്ക് ഇങ്ങനെ ഇത് മനസ്സിലായത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ അയൽപക്കത്തുള്ള ഒരാളെ കൊന്നാൽ അത് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലേ ചോദിക്കണേ? യുദ്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് യുദ്ധം? ഇസ്ലാമിലെ യുദ്ധം എന്താ? ഇത് ജിഹാദിനെ കുറിച്ചാണ്. ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രതിരോധം. എന്ത് പ്രതിരോധം? പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതം. അനക്ക് എന്താ ജിഹാദ് എന്ന്? അനക്ക് സുന്നി മൗലവിമാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ഈ പണ്ഡിതന്മാരൊക്കെ പഠിച്ച ആൾക്കാർ ഞാൻ പറയണ കേൾക്ക് ആദ്യം. ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങളുടെ യുക്തിവാദികളായ ആളുകൾ മനസ്സിലാക്കുന്നത് മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ഇതല്ല. ഇസ്ലാം അവിടെ മദീനയിൽ നബി അവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നുണ്ട്, ഇസ്ലാമിക കുട്ടിയെ. ഈ വചനത്തിൽ ഭരണകൂടമാണ്. ആ ഭരണകൂടം ഇപ്പൊ ഇന്ത്യൻ ഭരണകൂടമാണെങ്കിൽ അതിന് പ്രതിരോധ മാർഗങ്ങളില്ലേ, പ്രതിരോധ മന്ത്രി ഇല്ലേ? എവിടെ ഇതിലെവിടെ ഇപ്പൊ ഈ വായിച്ച അതിന്റെ തൊട്ട് മുമ്പത്തിലും പിന്നത്തിലും ഇറങ്ങി പുറപ്പെടുമ്പോ, അതായത് ഞാൻ പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇതെവിടെയാ സന്ദർഭം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മക്കയിലുള്ള ആളുകൾക്ക് പിന്നെ അൾട്ടിമേഷൻ നൽകി 4 മാസം അവധി കൊടുത്തു. മനസ്സിലായോ? മദീനയിലുള്ള ഒട്ടുമിക്ക ഗോത്രങ്ങളെയും ആക്രമിച്ചു. ഇനി ഇതിന്റെ ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ധനവും ചെലവഴിച്ച് ഇറങ്ങി പുറപ്പെടുന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് സൂറത്തു തൗബയില്. കുറച്ചുകൂടെ മേലക്ക് ഇപ്പൊ 2 വചനം എന്നല്ലേ, ഒരു 4-5 വചനം കൂടി മേലക്ക് പോയി. ഇതിന്റെ അർത്ഥം എന്താ? എന്തിന്റെ ഇപ്പൊ വായിച്ചത്രന്റെ അർത്ഥം പറഞ്ഞേ? ഏതിന്റെ ആയത്തിന്റെ? ഇപ്പൊ വായിച്ചില്ലേ അറബി ഇബാറത്ത്? അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട്, അയ്യുഖാതിലു, അത് പോരാടാൻ വേണ്ടിയിട്ട്, അൽ കുഫാറകൾക്കെതിരെ, സത്യനിഷേധികൾ. അപ്പൊ സത്യനിഷേധികൾ ആരാണ്? ഇവിടുത്തെ സത്യനിഷേധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നൊക്കെ മനസ്സിലാക്കണം. അതായത് സത്യം ഞാൻ പറഞ്ഞു വരുന്നതിലേക്ക് വന്നു. ഇനി കേട്ടോ. മക്ക കീഴ്പ്പെടുത്തിയതിനു ശേഷം, മദീനയിലുള്ള പ്രബല ഗോത്രങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയതിനു ശേഷം, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി ജിഹാദിനിറങ്ങി പുറപ്പെടാൻ അള്ളാഹുവിന്റെ നിയമം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട്. ഏത് തഫ്സീർ ഒന്നും വേണ്ട, ഖുറാനിൽ തന്നെ ഉണ്ട്. ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നില്ലേ ഇസ്ലാമിലെ? ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നത് വേറെ പറയില്ല. ഈ ആയത്തിന്റെ അർത്ഥം ജി പറഞ്ഞു. ഈ ആയത്തിന്റെ അർത്ഥം ജി പറയാത്തോണ്ടല്ലേ വിശദീകരണം ഞാൻ പറയുന്നത്. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ ഇസ്ലാം ഇതിലെവിടെ യുദ്ധം ഈ പറഞ്ഞത്? ഇപ്പൊ എവിടെ പ്രതിരോധം പറഞ്ഞത്? ഇവിടെ കാഫറുകളോട് യുദ്ധം ചെയ്യാൻ പോകാൻ പറഞ്ഞു. യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇസ്ലാമിലേക്ക് വരാൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി. എന്താ കേട്ടോ ഇസ്ലാമിലെ ജിഹാദ് എന്താന്ന് കേട്ടോ. അവരുമായി യുദ്ധം ചെയ്തു. തുടങ്ങിയ ശേഷം وتحجزهم لأصحاب الروم الذين هم أقرب الناس إلى جزيرة العرب وأولى الناس بدعوة الإسلام لكونهم على الكتاب فبلغ تبوك ثم رجع لأجل جهد. മനസ്സിലായി. നീ അതിന്റെ അർത്ഥം പറ. അപ്പൊ നമുക്ക് മനസ്സിലായി. ثم استغل في سنة العاشرة ثم അർത്ഥം പറയൂ. മൊത്തം മറ്റേ ആയത്തിന്റെ അർത്ഥം വരട്ടെ. അല്ല ഇപ്പൊ വായിച്ച ഇബാറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ കേക്കട്ടെ. പറയും. ഈ ഒന്ന് വായിച്ച അർത്ഥം വെച്ചേ കേക്കട്ടെ. വലിഹാദ ബദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
പറഞ്ഞോളൂ. ബിഖിതാലിൽ മുശ്രിക്കീൻ. ഉം. അതിന്റെ അർത്ഥം പറയാം. അപ്രകാരം തന്നെ ഉം. പ്രവാചകൻ ആരംഭിച്ചു. ഉം. ബിഖിതാലിൽ മുശ്രിക്കീന, ഉം. മുശ്രിക്കീങ്ങളോട് എന്ത് യുദ്ധം. യുദ്ധം. ഫി ജസീറത്തിൽ അറബി. എന്താണ് ബി ജസീറത്തിൽ അറബി പറഞ്ഞ? ജസീറത്തിൽ അറേബ്യൻ ഭൂപ്രദേശത്തില് ഭൂപ്രദേശത്തുള്ള ഉപദ്വീപില്. ഉപദ്വീപ്. ഇങ്ങനെ വായിക്കാം. ഫലമ്മ ഫറഗ മിൻഹും, അതില് അതിൽ കുറെ ഫത്തഹല്ലാഹു അലൈഹി അൽ മക്ക, അതിൽ പെട്ടാണ് എന്ത് മക്കയും മദീനയൊക്കെ വിജയിച്ചു. അതിൽ പല ശാഖകൾ പലതിലും യുദ്ധം ചെയ്ത് ഇതിലൊക്കെ എന്ത് ചെയ്തു. വത്വായിഫു യമനി യമാമ ഖൈബർ അദർമൗത്ത് വയലാൽ അക്കാലിം ജസീറത്തിലാകും മറ്റുള്ള ഇതൊക്കെ. വദഖല നാസു, ജനങ്ങളൊക്കെ എന്ത് ചെയ്തു, പ്രവേശിച്ചു. എന്തിലേക്ക്? മിൻസായിൽ ലഹിയ ഇൽ അറബ്, അറബിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന്. ഫി ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി. എന്താ എന്തിനാ യുദ്ധം ചെയ്തെന്ന്? യുദ്ധം ചെയ്യേ എന്തിനാ ആൾക്കാർ യുദ്ധം ചെയ്തതിന്റെ ഗുണമാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഗുണം മുഹമ്മദ് നബി യുദ്ധം ചെയ്യുന്നത് അതങ്ങനത്തിലുണ്ടോ? ഇതിലങ്ങനെ പറഞ്ഞത്? ഇപ്പൊ എന്താ വായിച്ചത്? ഞാൻ പറഞ്ഞത് ഇതിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ട് അതിൽ യുദ്ധം ചെയ്തിട്ടാന്ന് പറയണ്ടോ? പിന്നെ എന്താ വായിച്ചത്? അത് മക്കയും മദീനയും വിജയിച്ചതിന് ശേഷം പല ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായിട്ട്. അവിടെ യുദ്ധത്തെ പറ്റി പറയുന്നില്ല. എങ്ങനെ വിജയിച്ചത്? മക്കി മദീന ഹുദൈബിയ സന്ധ്യ തൊട്ട് മുമ്പ് അതിന്റെ മുമ്പത്തെ വായിച്ചതൊക്കെ തീർത്തോ? യുക്കാത്തില് കുഫാ, അതായത് അത് ബദറും മുഹൂദ് കഴിഞ്ഞില്ലേ, അത് അതിലൂടെ എന്ത് ചെയ്തു? സുഹൃത്തെ, ഇബ്നു കസീർ ക്ലിയർ ആയിട്ട് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇസ്ലാമിന്റെ വിജയം മക്കയിൽ സ്ഥാപിച്ചു, മദീനയും വിജയിച്ചതിന് ശേഷം ക്രമാനുഗതമായി പരിസര പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിന്റെ വ്യാപനം അത് ലക്ഷ്യമിട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവാചകൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു, നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് ഇബ്നു കസീറിന്റെ തഫ്സീർ എടുക്കുക. എവിടുന്ന്? അതിനെ പറ്റി വായിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നതേ. ഇസ്ലാമിക കേന്ദ്രത്തിലെ മദീനയിൽ നിന്ന് ആരംഭിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ക്രമമായി അധികാരം വ്യാപിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്ന യുദ്ധം ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് യുദ്ധത്തിലൂടെ അല്ലാതെ ഇസ്ലാം വ്യാപിപ്പിക്കാം? മുഹമ്മദ് നബി മദീനയിൽ ചെന്നതിന് ശേഷം യുദ്ധം ഒറ്റക്കും തെറ്റക്കും ചെറുതും വലുതുമായിട്ടുള്ള എത്ര യുദ്ധം നടത്തിയിട്ടുണ്ട്? ഇസ്ലാമിന് വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്ത്? പിന്നെന്തിനാണ്? പൂർണ്ണമായിട്ടും ആണ്. ഈ ചെന്നിട്ട് ബനു നളീറിന്റെ അടുത്ത് ചെന്നിട്ടും പിന്നെ കൈനുക്കാന്റെ അടുത്ത് ചെന്നിട്ട് മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? യൂത സമൂഹമേ ഇസ്ലാം സ്വീകരിക്കുക അല്ലെ? എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാന്നല്ല, അവര് മറ്റേ ഇസ്ലാമിനെ ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പൊ ഇസ്ലാം സ്വീകരിക്കല മാർഗം ഓപ്ഷൻ പറഞ്ഞു. ഒന്നില്ല, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇത് ഉൾക്കൊണ്ടിട്ട് സത്യത്തെ ഉൾക്കൊണ്ടിട്ട് ജീവിക്കാം സുഖമായിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോണം. മാനായിട്ട് പറഞ്ഞു. എന്താ പിന്നെ അർത്ഥം? ഒരു കുഴപ്പമില്ല. സൂറത്ത് തൗബയിൽ എന്താ പറഞ്ഞേ? 4 മാസങ്ങൾക്ക് സമയം കൊടുക്കുക, സഞ്ചരിച്ചോട്ടെ. ആ 4 മാസം കൊണ്ട് അവര് എന്ത് ചെയ്യണം? അത് ബഹുദൈവ മുശ്രിക്കീങ്ങൾക്ക്, മുശ്രിക്കും കാഫിറും വ്യത്യാസമുണ്ട് അല്ലെ? മുശ്രിക്കാണ് അതെ. മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രം വാളുകൊണ്ട് അധികാരം പിടിച്ചതിന് ശേഷം പരിസര പ്രദേശങ്ങളിലേക്ക് വാളുകൊണ്ട് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി പുറപ്പെടാൻ വേണ്ടി മുഹമ്മദ് നിർദ്ദേശിച്ചതിന്റെ പശ്ചാത്തലം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊരു യുദ്ധമില്ല. ഇത്ര നേരം നീ വിശദീകരിച്ചില്ല, ഞാൻ പറഞ്ഞ നീ കേട്ടോ. അപ്പൊ ഈ ഇതിലെവിടെയും ഇതിൽ കൂട്ടമായിട്ട്, അതായത് പലതിന്റെയും സത്യം മനസ്സിലായ ആൾക്കാർ പലതും ഇതിലേക്ക് കടന്നു വന്നു. മക്ക ഫത്തഹിന് പ്രവാചകന്റെ മാന്യമായ ആ ഒരു ഇത് കണ്ടിട്ടാണ് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പ്രവാചകൻ ആരോടും ഒന്നും ചെയ്തില്ല അവിടെ ആ മക്ക ഫത്തഹില്. ഒന്നും ചെയ്തിട്ടില്ല. ചരിത്രം സാക്ഷി. അപ്പൊ ആ സംഭവം കണ്ടിട്ട് തന്നെ പ്രവാചകന്റെ വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും മറ്റേ വൈരാഗ്യമൊക്കെ തീർത്തു കൊടുത്തു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആളുകളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കും. ആ സ്വഭാവം കൊണ്ട് സ്വഭാവമായിരുന്നു. ഞാൻ പറയട്ടെ അപ്പോഴേക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായിട്ട് വന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ബദറും ഉഹുദും തബൂക്കും കന്തക്കും പിന്നെ അതുപോലെയുള്ള യുദ്ധങ്ങളിൽ ഇസ്ലാം അതൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. ആ യുദ്ധങ്ങളിലൂടെ ഇസ്ലാം ഒന്നും സാമാന്യമായിട്ട് ഞാൻ എന്റെ കോമൺ സെൻസ് ബാസിൽ പറഞ്ഞിട്ട് ഓഫാക്കി വെച്ച കോമൺ സെൻസ് ഒന്ന് ഓൺ ആക്കിക്കോ. ഞാൻ പറഞ്ഞു കേട്ടോ, ഇത്ര നേരം പറഞ്ഞ കേട്ടില്ലേ? ഞാനും ഈ ഇബ്നു തഫ്സീറും തബരീന്റെ തഫ്സീറും ഒക്കെ വായിച്ചിട്ടുണ്ട് അവിടെ കുത്തിരിങ്ങനെ. നീ വായിച്ചതും കൂടി ചേർത്തിലാണ് പറയുന്നത്. നീ വായിച്ചിട്ട്
നീ എന്തെങ്കിലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ അനക്ക് ആ മനസ്സിലാവൂല. വായിച്ചില് ഞാൻ പറഞ്ഞ് നീ ശബ്ദം വായിച്ചിട്ട് ഉണ്ടാക്കല്ലേ. അതില് ഇത്ര നേരം ഇല്ലല്ല നിനക്ക് ഞാൻ വിശദീകരിക്കാനും പറയട്ടെ. ഞാൻ ന്യായീകരിക്കാനുള്ള അതിൽ നീ സമയം തന്നു. ഇടപെട്ടില്ലല്ലോ, ഇനി ഞാൻ പറയണത് നീ നീ കേട്ടോ. ഇടപെട്ടോ. ഞാൻ പറയട്ടെ, ഈ തഫ്സീറിൽ എവിടെയും എന്താ വാള് കൊണ്ട് പേടിപ്പിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എവിടെ എഴുതിയിട്ടില്ല. ശരി, സമ്മതിച്ചു. ആ ഞാൻ ആ പറയട്ടെ ആ ഞാൻ പറയട്ടെ ഈ ആ വായിച്ച തഫ്സീറിൽ എവിടെയും ഇത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തെ കുറിച്ചാണെന്നും പറഞ്ഞിട്ടില്ല. വെയിറ്റ് ചെയ്തോ, ഇനി ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടോ. എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം? ഈ ആയത്തിന്റെ ഉദ്ദേശം സൂറത്തു തൗബയുടെ 1-ാം വചനം തുടങ്ങി മക്കയിലെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കി അവിടെ മുശ്രിക്കുകൾക്ക് ജീവിക്കണമെങ്കിൽ മുസ്ലിം ആവുക എന്ന ഒറ്റ നിബന്ധനയുള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ മദീനയും ഏകദേശം എല്ലാം തീരുമാനാക്കി. പിന്നെ ഹൈബറിൽ നിന്നും പോയ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ തങ്ങി താമസിക്കുന്നുണ്ട്. മുഹമ്മദിന്റെ പ്രഖ്യാപനം ഹദീസിൽ കിടക്കുന്നുണ്ട്. ജൂത ക്രിസ്ത്യാനികളെ ഞാൻ ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും, മുസ്ലിങ്ങളെ അല്ലാതെ ഞാൻ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. അബൂബക്കറിനോടുള്ള പിന്നെ നിർദ്ദേശമുണ്ട്, എന്താണ്, ഈ റോമിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറേബ്യൻ പെനിൻസുലയിൽ മക്ക പൂർണ്ണമായി അധീനപ്പെടുത്തി, മദീനയും ഇങ്ങനെ യുദ്ധം ചെയ്ത് മാത്രം കീഴ്പ്പെടുത്തി. വാളിന്റെ മുനയിലാണ് മക്കയും മദീനയൊക്കെ ഇസ്ലാമിന് കീഴ്പ്പെടുന്നത്, അല്ലാന്നൊന്നും പറയരുത്. അങ്ങനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അതിന് പിന്നെ അങ്ങോട്ടുള്ള വ്യാപനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്? അടുത്തടുത്തുള്ള പിന്നെ അമുസ്ലിങ്ങളിലേക്ക് നിങ്ങൾ പോകണം. അടുത്തടുത്തുള്ള കാഫറുകളോട്, സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഇത് ഇസ്ലാമിക പ്രബോധനം എന്ന ഇസ്ലാമിക ദൈവത്ത്. ഈ നേരത്തെ അവിടെ ദൈവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ മുണുങ്ങി, അത് സാരല്ല, പോട്ടെ. ഇസ്ലാമിക വ്യാപനത്തിന് വേണ്ടി ഇസ്ലാമിക തൗഹീദ് സ്ഥാപിക്കുക, ഇസ്ലാം സ്ഥാപിക്കുക, ഇസ്ലാമിന്റെ വ്യാപനം പ്രയോഗം തന്നെ ഞാൻ വായിച്ചിട്ടില്ല. ഇജ് വായിച്ചിട്ടില്ലെങ്കിൽ ഇജ് ഒന്നുകൂടി വായിച്ചോ. ഇതാണ് ഇവിടെ എല്ലാ പ്രാമാണികമായിട്ടുള്ള എല്ലാ തഫ്സീറുകളിലും, എല്ലാ പ്രാമാണിക തഫ്സീറുകളിലും ഇസ്ലാമിന്റെ വ്യാപനം ലക്ഷ്യമിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതാണ് ഇതിലേക്ക് വൃത്തം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഇതിലെവിടെയും ഈ പറഞ്ഞ ഈ കിതാബുകളിലോ ഈ പിന്നെ വിശദീകരണങ്ങളിലോ തഫ്സീറിലോ എവിടെയും ഇത് ഒരു ശത്രുക്കൾ യുദ്ധത്തിന് പുറപ്പെട്ടു വരുമ്പോ അടുത്തുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു വാദമേ അല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ വ്യാപനം വാൾ ഉപയോഗിച്ച് ഇസ്ലാം ആളുകളെ കീഴ്പ്പെടുത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും അടുത്തടുത്ത പ്രദേശങ്ങളെ ആദ്യം ആക്രമിക്കുക എന്നതാണ് ഉപദേശം. എവിടെയാണ് കേരളത്തിൽ ഇസ്ലാം വന്നത് വാളുകൊണ്ടാണോ? അല്ലല്ലോ. ഈ പറഞ്ഞ ലോജിക്ക് എന്താ അറിയോ? ഈ പറഞ്ഞത് കേരളത്തിൽ ഇസ്ലാം വന്നത് വാളുകൊണ്ടല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാം വന്നത് വാളുകൊണ്ടാണോ? ഇനി പറഞ്ഞുതരാം. ആണോ? വാളുണ്ടെന്ന് പല രാജകുടുംബങ്ങളും അവരുടെ സ്വതാല്പര്യത്തിന് വേണ്ടിയിട്ട് വാൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആരാണ് റോമ പേർഷ്യ കീഴ്പ്പെടുത്തിയ ആരാ? പേർഷ്യ കീഴ്പ്പെടുത്തി എന്തുകൊണ്ട്? എന്തുകൊണ്ട് അല്ല, ഇസ്ലാം വ്യാപിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ കുറച്ച് കത്തുകൾ നബി അയച്ച കുറച്ച് കത്തുകൾ വായിച്ചു കേട്ടോ. നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഹമ്മദ് നബി രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ. പോലെ ഞാൻ വായിച്ചു തരാം, നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വായിച്ചു തരാം, ഒരു മിനിറ്റ് വെയിറ്റ്. ഞാൻ ഒന്ന് എടുക്കട്ടെ, ചെറിയ പുസ്തകത്തിൽ എടുക്കാം, അതാകുമ്പോൾ എളുപ്പം. മുഹമ്മദ് നബിയുടെ കത്തുകൾ. സീസർക്കുള്ള കത്ത്, രാജാക്കന്മാർക്ക് എഴുതിയ കത്ത്. സത്യവിശ്വാസി എന്താണ്, ഒരു മിനിറ്റ്. ഈ ചിലപ്പോ ഈ സാധനം അവിടെ ഉണ്ടാവും, ഈ പറഞ്ഞ സാധനം. സന്ധി റിളുവാന് സീസർക്കുള്ള കത്ത്, കുസ്രയിലെ അമീറിനുള്ള കത്ത് നബി എഴുതിയതാട്ടോ. കുസ്ര. അനന്തര റസൂൽ ഹാരിസ് ബിൻ ഉമൈർ എന്നിവരെ തന്റെ സന്ദേശവുമായി കുസ്രയിലെ അമീറിനടുക്കലേക്ക് നൂറുൽ യഖീൻ. ഓക്കെ. ഷാമിലേക്കുള്ള കൽക്കായിൽ ഉൾപ്പെടുന്ന മുഅത്ത എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ഹാരിസ് ബിൻ ഉമൈറിനെ ഷുറഹ്ബീൽ ബിൻ അമ്ർ എന്ന ഗസ്വാൻ വംശജൻ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചു, എവിടേക്കാണ് നിന്റെ യാത്ര? ഹാരിസ് ബിൻ ഷാമിലേക്കാണ് എന്ന് പറഞ്ഞു. ഷുറ പറഞ്ഞു, മുഹമ്മദിന്റെ സന്ദേശവാഹകനാണ് നീ അല്ലേ? ഹാരിസ് ബിൻ അതെ. ഇത് പറഞ്ഞതും ഷുഹർ ബിൻ അബീറിന്റെ ആജ്ഞപ്രകാരം അയാളുടെ ആളുകൾ ഹാരിസ് ബിൻ ഉമൈറെ വധിച്ചു. റസൂലിനെ ഏറെ ദുഃഖിതനാക്കി. ഈ വധമല്ലാതെ റസൂലിന്റെ മറ്റൊരു ദൂതനെ പോലും ഒരാളും വധിച്ചിട്ടില്ല. ഇതൊരു കത്താണ് കേട്ടോ, ഒരു കത്തുമായിട്ട് പോയത്. ഇനി ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വേറൊരു കത്ത് വായിക്കാം. മുക്കൗക്കിസ് രാജാവിനുള്ള കത്ത്. റസൂൽ സീസറുടെ ഈജിപ്തിലെ ഗവർണറായിരുന്ന മുക്കൗക്കിസിന് അടുക്കലേക്ക് കത്ത് കൊണ്ടുപോകാൻ ഏർപ്പാടാക്കിയത് ഹാത്തിബ് ബിൻ അബീ ബൽതഅയെ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു കത്തിൽ: അളവറ്റ ദയാനിധിയും കരുണാനിവാനുമായ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അള്ളാഹുവിന്റെ ദൂതർ മുഹമ്മദിന്റെ പക്കൽ നിന്ന് കോപ്റ്റിക് ബിപ്തി നേതാവായ മുക്കൗക്കിസിന്
സന്മാർഗത്തെ പിന്തുടർന്നവർക്ക് രക്ഷയുണ്ടാവട്ടെ. ഇസ്ലാമിക സന്ദേശത്തിലേക്ക് താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചാൽ താങ്കൾക്ക് രക്ഷയുണ്ട്. ഇരട്ടി പ്രതിഫലം താങ്കൾക്ക് അള്ളാഹു നൽകും. വിസമ്മതിക്കുന്ന പക്ഷം കോപ്റ്റിക്കുകളുടെ പാപം കൂടി താങ്കൾ ചുമക്കേണ്ടി വരും. വേദക്കാരെ, നിങ്ങളുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങുക. അലക്സാണ്ട്രിയയിൽ വെച്ച് ഹാത്തിബ് കത്ത് മുഖൌക്കിസിന് നൽകി. ഇത് വായിച്ച ശേഷം മുഖൌക്കിസ് ചോദിച്ചു, ഇദ്ദേഹം പ്രവാചകനാണെങ്കിൽ തന്നെ എതിർക്കുകയും സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തവർക്കെതിരെ പ്രാർത്ഥിച്ച് അവരെ നശിപ്പിക്കാതിരിക്കുന്നത് എന്ത്? അപ്പോൾ ഹാത്തിബിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മറിയമിന്റെ പുത്രൻ. ഇതിങ്ങനെ ഈ ഒരു കത്ത് ഇങ്ങനെ നീണ്ടുപോണു. ഇതിനുള്ള മറുപടിയിലാണ് ഈ മുഖൌക്കിസ് മറ്റേ അടിമപ്പെണ്ണിനൊക്കെ പറഞ്ഞ് സമ്മാനക്കായിട്ട് കൊടുത്തയക്കുന്നത് കേട്ടോ. ഇനി നേഗസ് രാജാവിനുള്ള കത്ത്. എന്താ ഇതിലൊക്കെ പറയണത്? നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. ഇതിൽ പലതിലും ഭീഷണി എന്താന്ന് വെക്കുന്നത് വെച്ചാൽ, ഇത് തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ പട്ടാളം, എന്റെ സൈന്യം അവിടെ കയറും എന്നാണ്. ഇതാണ് യുദ്ധത്തിന്റെ കാരണം. ഇങ്ങനെ കത്തയക്കും. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായാൽ ഓൽക്കൊരു കുഴപ്പമില്ല. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ സൈന്യം ചെല്ലും. എന്തിനു വേണ്ടിയിട്ടാ? യുദ്ധം ചെയ്യാൻ. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. കൃത്യം തെളിവാണെങ്കിൽ യമാമയിലെ ഹൗദത്ത് ബിൻ അലിക്ക് അയച്ച കത്ത്. യമാമ ഭരണാധികാരി ഹൗദത്ത് ബിൻ അലിയുടെ അടുത്തേക്ക് കത്തുമായി റസൂൽ സലീത്ത് ബിൻ അമ്രുൽ ആമിരിയെ പറഞ്ഞയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതാ: എല്ലാത്തിനും ആമുഖ ഒരേപോലെയൊക്കെ. അളവറ്റ ദയാപരനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദിന്റെ പക്കൽ നിന്ന് ഹൗദത്ത് ബിൻ അലിക്ക്, സന്മാർഗത്തെ പിന്തുടരുന്നവർക്ക് രക്ഷ ഉണ്ടാവട്ടെ. കുതിരയും ഒട്ടകവും എത്തുന്നിടത്തെല്ലാം എന്റെ മതം വിജയിച്ചെത്തുമെന്ന് അറിവായിട്ടുണ്ട്. മനസ്സിലായോ? കുതിരയും ഒട്ടകവും എത്തുന്നിടത്തൊക്കെ ഇസ്ലാം എന്ന് വിജയിച്ചെത്തും എന്ന് മുഹമ്മദ് നബിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം. അതിനാൽ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളുക. താങ്കൾക്ക് രക്ഷയുണ്ടാവും. എങ്കിൽ താങ്കളുടെ കൈവശമുള്ളതൊക്കെ താങ്കളെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നതാണ്. കത്ത് കിട്ടിയപ്പോൾ ഹൗദ അതിന് മറുപടിയായി ഇങ്ങനെ എഴുതി. എന്താണ് ഇതിന്റെ ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഇതേപോലെ തന്നെ നബി ഒമാനിലെ രാജാവിന് അയച്ച കത്തിൽ ഇത് തന്നെ പറയണേ: സന്മാർഗം പിൻപറ്റിയവർക്ക് രക്ഷയുണ്ടാവട്ടെ. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും അവിശ്വാസികളിൽ വചനം പുലർത്തുന്നതിനും വേണ്ടി മാനവരാശിക്കാകമാനം ദൂതനായി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുക, നിങ്ങൾക്ക് രക്ഷയുണ്ടാവും. ഇസ്ലാം സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അധികാരത്തിൽ തുടരാം. വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരം അസ്തമിക്കാൻ പോവുകയാണ്. എന്റെ കുതിരപ്പട നിങ്ങളുടെ മുറ്റത്ത് താവളമടിക്കും. എന്റെ പ്രവാചകത്വം നിങ്ങളുടെ രാജകത്വത്തെ കീഴ്പ്പെടുത്തും. അത് അമ്ര രാജസദസ്സിൽ കടന്നു ചെന്നു. എന്താ ഈ കത്തിന്റെ ഉള്ളടക്കം? ഇങ്ങനെ കത്തെഴുതുക. ഇവരിങ്ങോട്ട് ആക്രമിച്ചിട്ട് മറുപടി കത്തെഴുതിയതാ. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ അധികാരം പിടിച്ചടക്കാൻ കുതിരയും ഒട്ടകവും ചെല്ലുന്നിടത്തൊക്കെ ഞാൻ ചെല്ലും എന്ന് മുഹമ്മദ് ഭീഷണി കത്ത് എഴുതിയത് ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ വായിച്ചത്. ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യം അടുത്തടുത്ത ഗോത്രങ്ങളെ പോയി പിടികൂടണം. അടുത്തടുത്ത പ്രദേശങ്ങളിലുള്ള രാജാക്കന്മാരെയാണ് ആദ്യം യുദ്ധം ചെയ്ത് ഇസ്ലാമിനെ കീഴ്പ്പെടുത്തേണ്ടത്. ഇത്ര ഉള്ള ആ വചനത്തിന്റെ അർത്ഥം. വെറുതെ കിടന്നതിമ കുത്തിമറിയണ്ട. ഓക്കെ, ഈ കേക്കുണ്ടോ? അത് വെച്ചിട്ട് പോയോ? കേക്കുണ്ട്. ഞാൻ സംസാരിക്കാൻ മ്യൂട്ട് ചെയ്ത പറയട്ടെ. നീ പറയട്ടെ. ഇത് ഈ കത്തുകളെ നിഷേധിക്കുന്നുണ്ടോ? കത്തുകളെ പ്രവാചകൻ അയച്ച കത്തുകൾ നിഷേധിക്കണമെന്നില്ല. ഇല്ല. ഈ കത്തുകളിൽ എവിടെയും പ്രവാചകൻ നിങ്ങൾ ബലമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് പ്രവാചകന്റെ ദൗത്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. ഒരു പറയണേക്ക് രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കലാണ്. ഫസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം അടുത്തുള്ള ആളുകൾക്ക് സത്യം അറിയിച്ചു. സ്വന്തം നാട് നന്നാക്കിയിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ ആളുകൾക്ക് ലിയാഖത്ത് ആദ്യം അമേരിക്കയിൽ പോയിട്ട് ഇത് ഇസ്ലാമിനെ പറ്റി പറയില്ലല്ലോ. അത് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുള്ളൂ. മനസ്സിലായിട്ട് പോലും നിഷേധിച്ച എന്ത് ചെയ്യും നബി? സത്യം മനസ്സിലാക്കിയിട്ടും നിഷേധിച്ച ഒന്നും ചെയ്യില്ല. അവർക്ക് പോയി മറിച്ച് നിഷേധം മാത്രമല്ല, ലിയാഖത്ത് പറഞ്ഞ ആശയം ലിയാഖത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ? ലിയാഖത്ത് പറഞ്ഞ ആശയം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും പ്രശ്നം ഇതുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ലിയാഖത്ത് പറഞ്ഞ ആശയം സ്വീകരിക്കുക മാത്രമല്ല, ലിയാഖത്തിനെ കൊല്ലണം അങ്ങനെയുള്ള ചിന്താഗതിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ലിയാഖത്ത് എന്ത് ചെയ്യും? ഇപ്പൊ ഈ വായിച്ച കത്ത് നിനക്ക് എന്താ മനസ്സിലായത്? സത്യസന്ധമായിട്ട് പറഞ്ഞാ, അതായത് രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ച് നടത്തുക. അതായത് പ്രവാചകന്റെ ഡ്യൂട്ടിയാണ്. അല്ല പ്രവാചകന് ഒരു അധികാരം. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച നിങ്ങൾ അധികാരങ്ങളെ തന്നെ ഇരിക്കും, അതൊന്നല്ല ഇത് പറഞ്ഞു. അവിടെ എങ്ങനെ കീഴ്പ്പെടുത്തും? ഞങ്ങളെ കൊല്ലുന്ന പറഞ്ഞോ?
അങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തൗക്കിസ് വായിച്ചുതരാം, രാജാവ് ഒന്നുകൂടി വായിച്ചുതരാം, സമ്മാനം കൊടുത്തേക്കോ? ഒന്നുകൂടി വായിച്ചുതരാം. എന്താ പറയുക, അറബി ഉണ്ട്, അതിന്റെ അറബി ഉദ്ധരണി അറബി ഉണ്ടോ? ഒന്നും കിട്ടില്ല. ഈ അത് നൂറിലക്കിന്റെ പറഞ്ഞില്ല. അറബി കണക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ഇത് വാങ്ങി വായിച്ചോ. നൂറിലക്കീനല്ലേ, അത് നൂറിലക്കയിൽ നൂറിലക്കീൻ മാത്രമൊന്നുമല്ല, ഇത് എല്ലാ താരീഖിലും ഉണ്ടാവും. ഈ അല്ല, വായിച്ചോ, ധൈര്യമായിട്ട് എന്താണ് വായിച്ചോ. ആശയം എന്താണ്? പണ്ഡിതന്മാർ ഞാൻ എന്താ പറഞ്ഞ ഈ ആശയം? വായിച്ചിരുന്ന ആശയപ്പത് പണ്ഡിതന്മാരെ ഏറ്റവും ചുരുക്കി ഏറ്റവും ഞാൻ ഞാൻ പരമാവധി ഞാൻ എവിടെയും വെളുപ്പിച്ചിട്ടാണല്ലോ പഠിച്ചിട്ടുമില്ല, പദം എഴുതുക. ആരെയും പഠിപ്പിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തില്ല. അതായത് ഇത് പറയണല്ലേ, ഇജ്ജ് പറയും മുഹമ്മദ് നബി ഇങ്ങനെ രാജാക്കന്മാർക്ക് കത്തെഴുതിയത് ക്ഷണിച്ചു. അനക്ക് അത് അറബി പുസ്തകങ്ങളിലില്ലേ? ഉണ്ട്, ഉണ്ട്. അതിലെവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇജ്ജ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ കുറ്റല്ലല്ലോ. കണ്ടിട്ടില്ല എന്നല്ല, അതിലെവിടെയും ഈ പുസ്തകത്തിനെതിരെ പോലീസ് കൊണ്ടേ കേസ് കൊടുക്കി. ഇത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണ പരത്തും. അല്ലാതെ യൂട്യൂബ് ചാനൽ പൊട്ടിക്കാനല്ല കേസ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? കേട്ടോ, ഒമാനിലേക്ക് അയച്ച കത്ത്, ഒമാനിലേക്ക് അയച്ച കത്ത് കേട്ടോ, ഇതാ കേട്ടോ, ഒന്നുകൂടി കേട്ടോ. ഒമാൻ രാജാവായിരുന്ന കേട്ടോ, ഇത് കേൾക്ക് നീ, എന്നിട്ട് നീ എനിക്ക് എന്താ മനസ്സിലായതെന്ന് പറ. ഒമാനിൽ രാജാക്കന്മാരായിരുന്ന ജലന്തിയുടെ പുത്രന്മാരായ ജീഫറിനും അബ്ദുൽ അമ്രുബിനും ആസിയ മുഖേന റസൂൽ കത്തയച്ചു. കത്തിൽ എഴുതിയിരുന്നത് ഇതാണ്: അളവറ്റ ദയാപരനും കാരുണ്യനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് എഴുതുന്നത്. ജന്തലിയുടെ പുത്രന്മാരായ ജീഫറും അബ്ദിനും എഴുതുന്നത്. സന്മാർഗം പിൻപറ്റിയവർക്ക് രക്ഷയുണ്ടാവട്ടെ. എന്താ സന്മാർഗം? ഇസ്ലാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇസ്ലാമിലേക്ക് സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നു. ഭയങ്കര മാന്യമായ ഒരു വാക്ക്, നല്ല വാക്കാണ്, ഒരു കുഴപ്പമില്ല, അതുവരെ കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും അവിശ്വാസികളിൽ വചനം പുലർത്തുന്നതിനും വേണ്ടി മാനവരാശിക്കാകമാനം ദൂതനായി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ തള്ളാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുക. അവിടെ മുതൽ സ്വഭാവം മാറാണ്. നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. ഇസ്ലാം സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ അധികാരത്തിൽ തുടരാം. വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരം അസ്തമിക്കാൻ പോകുകയാണ്. എന്റെ കുതിരപ്പട നിങ്ങളുടെ മുറ്റത്ത് താവളമടിക്കും. എന്റെ പ്രവാചകത്വം നിങ്ങളുടെ രാജ്യത്വത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇതെന്താണ് സംഭവം? ഇത് ഭീഷണിയാണോ? ഭീഷണിയൊന്നുമല്ല, അല്ലല്ല, ഇത് ഭയങ്കര സ്നേഹ സന്ദേശമാണ്. അത് നിങ്ങളെ വകവരുത്തും, ഞാൻ ഇല്ലല്ല, ഇവര് ഒരു രാജാവിന് കത്തയക്കാണ്, എന്റെ കുതിരപ്പട അങ്ങടുത്ത് ചെല്ലും. അപ്പൊ പിന്നെ അപ്പുറത്തുള്ള രാജാക്കന്മാര് എന്ത് ചെയ്യാ, ഇവർക്ക് ചായയും പത്തിരിയൊക്കെ ഒരുക്കിയിട്ട് കയറ്റിയിട്ട് അറയിൽ കയറ്റി ഇറത്തിയിട്ടാണ് പോരേക്കാരം അല്ലേ? ഈ സംഭവത്തിൽ അറബി കൊണ്ടുവരും. നൂറിലക്കീന്റെ എടുത്തിട്ട് പോയി പോയി അന്വേഷിക്കാൻ. മൊഴിമാറ്റം നടത്തിയാരാ? മൊഴിമാറ്റം നടത്തിയ ആളുടെ പേരൊക്കെ പോകണം പറഞ്ഞുതരാം. ഇത് പരിഭാഷൻ KVM പന്താവൂരാണ്. അഷ്റഫ് ബുക്ക് സെന്റർ ആണ്, തിരൂരങ്ങാടി പ്രിന്റേഴ്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മുഹമ്മദ് കുളരി ബംഗാണ് ഈ ചരിത്രം എഴുതിയ ആള്. ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ്. ആയിക്കോട്ടെ, മുഹമ്മദ് നബി എഴുതിയ കത്തുകൾ ഏറെക്കുറെ എല്ലാ തഫ്സീറുകൾ ചരിത്രങ്ങളിലുണ്ട്. ഇബ്നു ഹിഷാമിന്റെ സീറയിലും എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ താരിഖ് തബ്രിയിൽ എന്തായാലും ഉണ്ട്. ചിലത് പൊലിപ്പിച്ച് എഴുതിയ ആൾക്കാര്, അതായത് ഇസ്ലാമിന്റെ അത് കാണിക്കാൻ വേണ്ടി. ഇത് എങ്ങനെ പൊലിപ്പിച്ചാലും എങ്ങനെ വെളുപ്പിച്ചാലും ഇതിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വരി കണ്ടിട്ടല്ല ഇസ്ലാം ഇതിങ്ങനെ അക്രമത്തിലൂടെയും ഭീഷണിയിലൂടെയാണ് വളർത്തിയതെന്ന് പറയുന്നത്. സംഭവങ്ങളുടെ നീണ്ട ചരിത്രം, നീണ്ട നിര, ക്രമാനുഗതമായിട്ടുള്ള അക്രമത്തിന്റെ ഉയർച്ച, ഇതൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുണ്ട്. എവിടെ കേട്ടോ അതിനു മുമ്പ്? ഞാൻ കേട്ടില്ല. ചരിത്രം ഒരു ബേസിക് ആയിട്ട് പലതും ഞാൻ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ യുദ്ധവും അക്രമവും ഇസ്ലാമിക വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ജിഹാദിന് ഇറങ്ങി പുറപ്പെടലും ഇന്നും ദഅവത്തിന് വേണ്ടി ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യത പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ വിശദംകാര്. എന്തിനാണ്? എന്ത് പ്രതിരോധം? ജിഹാദ് എന്താണെന്ന് നമുക്ക് കേൾക്കണം. ജിഹാദ് പല വ്യാഖ്യാനം. എന്താ ജിഹാദ്? ജിഹാദ് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ജിഹാദ് എന്താ, ഏറ്റവും വലിയ ജിഹാദ് എന്താ? സ്വന്തം മനസ്സിനോട് ചെയ്യണം. ആയിക്കോട്ടെ, അത് പോട്ടെ. ഏറ്റവും ചെറുതെന്താ പറയണ? ഇത് പറയട്ടെ, വലുത് വിട്. ഏറ്റവും ചെറുതെന്താ? ഏറ്റവും വലുതല്ലേ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഏറ്റവും ചെറുതാ ചർച്ച ചെയ്യണം. നമ്മൾ എന്താ ഏറ്റവും ചെറിയ ജിഹാദ് പറഞ്ഞേ? ഏറ്റവും ചെറുതാണ്. അപ്പൊ വഴിയെന്നൊരു ഇത് പോകുന്നത് ജിഹാദാണ്. അപ്പം ഇതിന്റെ അടിയിൽ ഈ അക്രമമായിട്ട് വാളെടുത്ത് ഇറങ്ങി അക്രമം എന്ന് പറഞ്ഞാല് ഞാൻ പറയാം. അപ്പൊ ലിയാഖത്തിനോട് എനിക്ക് വിരോധമുണ്ട്. ലിയാഖത്ത് ഇസ്ലാമിനെതിരെ തിരിയുണ്ട്. പക്ഷെ ഇസ്ലാം ഭരണകൂടമാണെങ്കിൽ അത് പരിശോധിച്ച് അവർ തീരുമാനമെടുക്കും. അതെന്താണ്? അത് ഇസ്ലാമാണ്. ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പ്രവാചകൻ, അന്ത്യപ്രവാചകനും
ഖുർആൻ വിശദീകരിക്കേണ്ട ആളും അധികാര സ്ഥാനത്തിരിക്കുന്ന രാജാവും നീതി നടപ്പിലാക്കേണ്ട നീതിന്യായ സംവിധാനത്തിന്റെ നേതാവും അതേപോലെ തന്നെ സൈന്യത്തിന്റെ തലവനുമായിരുന്നു മുഹമ്മദ് നബി. അല്ലേ? എല്ലാമായിരുന്നു മുഹമ്മദ്. അപ്പൊ പിന്നെ എളുപ്പല്ലേ? എന്തും ചെയ്തൂടെ? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്താ ന്യായം പറയാനുള്ളത്? ഇന്ത്യ എന്ന് ഭരണകൂടം ഇപ്പൊ താങ്കള് മോഡിക്കെതിരെ എല്ലാ വചനങ്ങളും മോഡി അക്രമകാരിയാണ്, മോഡി അങ്ങനെയാണ്, മോഡി പാകിസ്ഥാന്റെ ആളല്ല, അങ്ങനെ എന്തും പറഞ്ഞുണ്ടാക്കുക. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? NIA വരും. ഇത് എവിടുന്ന് പറഞ്ഞു? പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യും? നിന്നെ സംഖ്യകൾ നീ മോഡിക്കെതിരെ സംസാരിച്ചു നോക്ക്, നിന്നെ രാജ്യദ്രോഹിയാക്കും. മോഡിക്കെതിരെ അതായത് മോഡി എന്ന വ്യക്തിയെ വിമർശിക്കാം, മോഡി എന്ന ഭരണാധികാരി നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വിമർശിക്കാം. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഭരണാധികാരി എന്നല്ല ആരെയും വിമർശിക്കാൻ പാടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ മാനനഷ്ടത്തിന് ആർക്കും കേസ് കൊടുക്കാം. കേസ് കൊടുക്കാൻ മാത്രമല്ല, ഒരു ഭരണാധികാരി ആകുമ്പോൾ അതിനനുസരിച്ച് തക്കമായ ശിക്ഷ ഇല്ല. ഭരണാധികാരിക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിയമമുണ്ട്. നിയമം ഉണ്ടായിക്കോട്ടെ. അപകീർത്തികരമായ പരാമർശം നടത്തിയാൽ അത് രാജ്യത്തെ പൗരന്മാർക്ക് ഒരു നിയമമുണ്ട്. അപ്പോ ആ പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും അപകീർത്തികരമായ പരാമർശം നടത്തിയാൽ അതിനും നിയമത്തിന് മുന്നിൽ ഒരേ രീതിയാണ്. അപ്പൊ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്ന ഒരു നഷ്ടപരിഹാരം പുള്ളി ആവശ്യപ്പെട്ടാൽ രാജ്യത്തിനെതിരെ പറയാമെങ്കിലോ, രാജ്യത്തിനെതിരെ പറയാന്ന് പറയുന്നത് വേറെ കാര്യമാണ് സുഹൃത്തെ. ആയിക്കോട്ടെ, രാജ്യത്തിനെതിരെ പറയാൻ ഇതൊന്നും ഇവിടെ സൂട്ടാവൂല. എനിക്ക് എവിടെ സൂട്ടാവും? ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാളെ കൊല്ലേണ്ടത്? എപ്പോഴാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് അനിസ്ലാമിക പ്രദേശത്ത് ചെന്നിട്ട് അവിടുത്തെ മനുഷ്യന്മാരെ കൊല്ലേണ്ടതിന്റെ ഇസ്ലാമിക മാനദണ്ഡം എന്താന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്രദേശത്ത് ചെല്ലുന്നു, ഒരു മിനിറ്റ് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ചെല്ലുന്നു കേട്ടോ, നീ ശരിക്കും കേട്ടോ. സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ചെല്ലുന്നു, അവരോട് പറയാണ് എന്ത്? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, ഇസ്ലാമാണ് ശരി, ഇസ്ലാം മാത്രമാണ് ശരി, ബാക്കിയുള്ളതെല്ലാം ഷിർക്കും ബിദ്അത്തും അല്ലെങ്കിൽ കുഫറുമാണ്, നിങ്ങൾ ദൈവമാർഗത്തിലേക്ക് വരണം എന്ന് നബി കത്തിൽ എഴുതിയ പോലെ പറയണം. എന്നിട്ട് അവരത് സ്വീകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവര് പിന്നെ വല്ല ജൂത ക്രിസ്ത്യാനികളാണെങ്കിൽ അവരോട് പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജിസിയ തന്നിട്ട് അധികാര സ്ഥാനത്ത് നിന്ന് മാറി, നിങ്ങൾ ദിമ്മിയായിട്ട് താമസിച്ചോളൂ, നിങ്ങളെ സംരക്ഷണം നമ്മൾ നോക്കിക്കോളാം എന്ന് പറയാം. പറയട്ടെ നിങ്ങളെ സംരക്ഷണം നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾ ഈ രണ്ട് ഓപ്ഷൻ തയ്യാറെടുക്കുന്നില്ലെങ്കിൽ ദെൻ തലവെറുക്കും. ഇത് എനിക്ക് കേൾപ്പിച്ചു തരണം. എനിക്ക് ഇപ്പൊ കേൾക്കണോ? ഇപ്പോൾ കേൾക്കണോ? ഇപ്പോൾ ഇന്ത്യ ലോകത്തുള്ള പ്രധാനപ്പെട്ട ഷെയ്ഖന്മാരിൽ മീൻസ് ഫത്വ കൊടുക്കുന്ന ഷെയ്ഖന്മാരിൽ ഒരാള് അസീമുൽ ഹക്കീം, ഷെയ്ഖ് അസീമുൽ ഹക്കീം വയൽ പറയണ എനിക്ക് കേൾക്കണോ? പ്രസംഗിച്ചു കൊടുക്കണേ എന്താ ജിഹാദ് എന്ന് വിശദീകരിക്കാൻ എനിക്ക് ഇപ്പൊ കേൾക്കണോ? അത് ഏത് രാജ്യത്താണ്? ആഫ്രിക്കയിൽ പോയിട്ട് പറഞ്ഞു കൊടുത്താണ്. ആഫ്രിക്കയിൽ പോയിട്ട് എന്ത് പറയണത്? ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, ഒന്നുകിൽ ദിമ്മിയാവാം, അല്ലെങ്കിൽ അതാണ് ജിഹാദ്. അത് ആര് അയാൾ പറയല്ലേ? അയാൾ പറഞ്ഞല്ലേ? അതാണ് ജിഹാദ്, അതാണ് ഇസ്ലാമിന്റെ ജിഹാദ്. അത് ആര് പറഞ്ഞു? നബി പഠിപ്പിച്ചോ? പിന്നെ എന്താണ് ഇസ്ലാമിന്റെ ജിഹാദ്? ഞങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് ഇസ്ലാമിൽ ഇല്ലാന്ന് അർത്ഥം വരില്ലല്ലോ കുഞ്ഞെ. ഇസ്ലാമിൽ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ ഇജി ഇപ്പോഴും അതിനകത്ത് കുടുങ്ങി നിൽക്കുന്നത്. ഞാൻ കുടുങ്ങിയിട്ടില്ല. നമ്മളിതൊന്നും കേൾക്കാത്ത കാലത്തോളം പലരും ഫത്വകൾ കൂട്ടി അവനന്റെ അധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒരു അധികാരമില്ല. ഇതാണ് ഇസ്ലാമിക ജിഹാദിന്റെ ഇത് നിനക്ക് ഇസ്ലാം അറിയാത്തതിന്റെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടില് കേരളത്തിൽ മലയാളത്തിൽ ഇവിടെ ദഅവത്തും ജിഹാദും എന്ന് പറഞ്ഞ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇവിടെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതേ സാധനം. ലോകത്ത് എവിടെയൊക്കെ ജിഹാദി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ദഅവത്തും ജിഹാദും പഠിപ്പിക്കുന്നുണ്ടോ, അവിടെയൊക്കെ മാനദണ്ഡം ആദ്യം ദഅവത്ത് നടത്തണം. ഇസ്ലാമിയത്ത്, ദഅവത്ത്, ജിഹാദ്. മുത്ത സലഫികളോട് ചോദിക്ക്, ഇസ്ലാമിയത്ത്, ദഅവത്ത്, ജിഹാദ്, ഇതാണ് ക്രമം. ഇസ്ലാം അള്ളാഹുവിന്റെ നിയമം ലോകത്ത് സ്ഥാപിക്കുകയും ഷിർക്കിനെ ഇല്ലാതാക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുക. ജിഹാദാണ് വലിയ വിഷയം. ഇന്ന് നിങ്ങള് മുസ്ലിങ്ങൾ, ഞാൻ ഈ പറഞ്ഞത് എനിക്കിപ്പൊ കേൾക്കണോ? ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പൊ ജമീനോട് ചോദിച്ചപ്പോ വാടി നമുക്ക് ജമീനോട് ചോദിച്ചോളെ അങ്ങനെ ഇസ്ലാമിൻ നബി അങ്ങനെ കത്ത് ഭീഷണിപ്പെടുത്തിന്ന് വെച്ചാൽ ജമീൻ ചോദിച്ചിട്ട് പറഞ്ഞു. ജമീൻ മുസ്ലിം ആക്കി നിങ്ങളെ ഇപ്പൊ കൊറേയൊക്കെ. ആര് ജമീനി ആർക്ക് വേണ്ടിട്ടും വർത്താനം പറയും കേട്ടോ. നമുക്ക് ട്രൂ ജിഹാദ് എന്താന്ന് അസീമുൽ ഹക്കീം പറഞ്ഞു കേട്ടോ. Used to encourage jihad by words like Hassan ibn Thabit. He was the poet of the Prophet ﷺ, and he used to criticize the mushrikeen with poems.
And it was much more harder on them than swords. Because people would circulate, oh, they said so and so about your family. They said so and so about your fear and being coward and running away from battle. And all the Arabs would talk about it. So poetry at the time was like CNN. ഒരു ഭാഗട്ടോ, ഒരു ജിഹാദിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും അപ്പൊ കേൾക്കില്ല. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജിഹാദ്. ഇത് ഞാൻ ഇതിന്റെ ഓഡിയോയിൽ കേൾപ്പിച്ചു തരാം. ഇതിലിപ്പോ അദ്ദേഹം പറഞ്ഞ വെച്ചാല് വാളെടുത്ത് വെട്ടിനേക്കാളും മാരകമായിട്ട് നമുക്ക് വാക്കുകൊണ്ട് കവിത എഴുതിയിട്ടും വിമർശിച്ചിട്ടും ആൾക്കാരെ എതിർക്കാം. അതെങ്ങനെ അതും ഒരു തരം പ്രചോദനം ജിഹാദാണ്. അത് പ്രചോദനം അതൊരു തരം ജിഹാദാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് ശരിക്കുള്ള ജിഹാദ്. പറയണേ അതെന്താണെന്നറിയോ പറയണേ. ആ. അതായത് അത് ഒരാളെ പോയി കാണാം, വെറുതെ ഇരിക്കുന്ന ഒരാള് കാപ്പിർ വിചാരിച്ചോ, വെറുതെ ഒരു മുഷരിഖ് അലി കാപ്പിറോ, അയാളെ പോയിട്ട് കവിതയിൽ കീഴ്പ്പെടുത്തല്ല. അതെപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്? ഇത് വേജാറേ കേക്ക് ഉസ്താദ് പറഞ്ഞ കേൾക്കാം, നമുക്ക് രണ്ടാക്കും കേൾക്കാം. In Arabic they call jihadud dafa' and the second is jihadut talab. Jihad al-dafa' is what everyone agrees upon, which is the jihad based on defense. So when someone attacks you, you dafa'. Dafa' you find it in the doors, idfa', meaning push. So someone attacks your country, attacks your family, what do? It's legitimate. Even the kuffar say you can do it. That is to defend yourself. This was found at the time of the Prophet ﷺ, and it's found until today. The other type of jihad, ജിഹാദ് അത് പറഞ്ഞത്, അതാണ് പറഞ്ഞ പ്രതിരോധം, പ്രതിഷേധം. അതല്ല, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാരും സമ്മതിക്കും, കാഫിറുകൾ വരെ സമ്മതിക്കും, അല്ലെ? ഇനി എന്താണ് ജിഹാദു ത്വലബ്? അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോട്ടോ. is the one that everyone trying to hide, and it's called jihadut talab, and this means that the jihad of pursuing, running after, and this jihad was at the time of the Prophet alayhi salatu wassalam. എന്താ പറഞ്ഞത്? പിന്നാലെ കൂടി പേഴ്സ്യൂട്ട് ചെയ്യാം, പിന്നാലെ കൂടിയിട്ട് ജിഹാദ് ചെയ്യാം. ഇനി എങ്ങനെയാ ചെയ്യേണ്ടത്? ഇത് നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി എങ്ങനെയാണ് അതിന്റെ ക്രമം എന്താണ്? അത് അതിന്റെ ഷർത്തും ഫർളും കേട്ടോ. But this jihad cannot be accomplished, cannot take place unless the state of the Muslims is strong. If you don't have a strong Muslim country, who can they pursue or attack? No, stay where you are. Just try to fix yourself, enrich your people with Islamic knowledge and Iman, then you can go. And what is the reason? റീസൺ പോണതിന് മുമ്പ് അപ്പം ശക്തമായ ഒരു അറേബ്യൻ അല്ലെ ഒരു ഇസ്ലാമിക് ലീഡർഷിപ്പ് ഉള്ള കാലത്തോളം, ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങൾ അവിടെ നിൽക്കി നിങ്ങളെ ഇസ്ലാഹിയത്തും ദഅവത്തും ശക്തിപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ സജ്ജമാക്കൂ, എന്നിട്ട് പോകൂ, അല്ലേ? ഇതല്ലേ പറഞ്ഞത്. ഇനി റീസൺ എന്താണ്? ജിഹാദിന്റെ റീസൺ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. Behind such jihad, number one, to call them to Islam. It is for da'wah. The jihad is only for da'wah. That is why when Muslims go and conquer the adjacent country, what do? We kill them all? No. The Prophet says the first thing you do is call them to Islam. If they accept it, leave them. Khalas, they're Muslims. We go. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നബി പറഞ്ഞതാണ് ഇയാൾ പറഞ്ഞത്. തെളിവിഞ്ഞു വേണമെങ്കിൽ അയാളോട് ചോദിച്ചോ, അയാൾക്ക് ബ്ലോഗും മെയിലും പബ്ലിക്കലി കേക്കട്ടെ. ഇത് പറഞ്ഞത് ഇത്രയും പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ഞാൻ പറയട്ടെ, നമ്മളൊരാൾ വാക്ക് ഇസ്ലാമിൽ അയാൾ പറഞ്ഞത് ഇസ്ലാം അല്ലല്ലോ. അതായത് ഒരു പറയണേക്ക് ഇസ്ലാമിൽ അയാൾ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇസ്ലാം. പറയണേക്ക് ഇസ്ലാമിലെ ഒരു വ്യക്തി പറഞ്ഞാൽ അത് ഇസ്ലാമല്ല. അയാൾ പറഞ്ഞ കാര്യം എന്താണ്, തെളിവ് എന്താണ്, അതിനെ കുറിച്ച് മറ്റു പണ്ഡിതന്മാരുടെ അതൊക്കെ നമുക്ക് കേൾക്കാം. ആദ്യം ഇയാൾ പറഞ്ഞ എന്താണ്? ഇയാൾ അസീമുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിഷയത്തിൽ ഇന്ന് ലോകത്തെമ്പാടുള്ള ആളുകൾക്ക് ഫത്വ കൊടുക്കുന്ന ആളാണല്ലോ. ഇനി എന്റെ ബാക്കി കൂടി കേക്ക്. We don't want your country. We don't want your land. We don't want your wealth. If they refuse, then tell them Allah obliged upon you to pay taxation, jizya. Stay kafir as you wish, no problem. But you have to give us a percentage. And this percentage, by the way, is given once or twice a year, depending on the rules. And it's less or equivalent to zakat, your own zakat. And by the way, jizya is not taken from women.
You didn't know this, did you? So I'm teaching you new things, mashallah. അപ്പൊ അതിന് തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജിസിയ കൊടുക്കാൻ തയ്യാറാവണം. അല്ല നിങ്ങളുടെ മുമ്പിൽ ജിസിയ ചുമത്തും. ഇനി ഈ രണ്ട് ഓപ്ഷൻ കൊടുത്തു കേട്ടോ. ഈ രണ്ട് ഓപ്ഷൻ അവർ സ്വീകരിച്ചില്ലെങ്കിലോ? It's taken only from men who work and can produce. So we take jizya, and in return, when enemy comes and attack your country, you don't fight. We Muslims protect you. Subhanallah, for this little money, yes, and you enjoy sitting in your homes and in your country and live your life normally. But the ruling is for Sharia. So you do not open nightclubs, you do not fornicate in the streets, you do not, no, Sharia rules, but you live your life, you marry, you have children, you enjoy your life, but publicly, Islam rules. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. എവിടെ ചെന്നിട്ട് ഒരു അനിസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക സൈന്യം അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള ഒരു പിന്നെ രാഷ്ട്രത്തലവൻ പറഞ്ഞയക്കുന്ന സൈന്യം കയറി ചെല്ലുക. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയാം, നിങ്ങൾ ഇസ്ലാമാണ്. ഇസ്ലാമായ ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ജിസിയ തന്നിട്ട് നിന്നോളൂ, പക്ഷെ പബ്ലിക്കിൽ ഇസ്ലാമാണ്, ഇത് ഭരണമൊക്കെ നടത്തിയ ഇസ്ലാമാണ്, നിങ്ങൾ അനിസ്ലാമിക കാര്യങ്ങൾ പബ്ലിക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചോളി, കുട്ടികൾ ഉണ്ടായിക്കോളി, കുഴപ്പമില്ല, നിങ്ങൾ ജീവിച്ചോളി. ഇനി ഇത് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് രണ്ടും സ്വീകരിച്ചില്ലെങ്കിലോ? If they refuse, then we have to fight. And if we fight you, then we capture you, you become our slaves, and we take your land, and you take where, because you refuse, I give you two good options. This is the strength of Islam. But nowadays, forget this. Maybe in the coming 40-50 years, when the Muslims become strong as they're supposed to be, and they are focused and Islamically oriented. Now we're not Islamically oriented. We are money oriented. എന്താ ഇയാള് പറഞ്ഞത്? എന്താ ഇയാള് പറഞ്ഞത്? അവരുടെ സ്ഥലങ്ങളൊക്കെ കയ്യേറുക, അവരെ ആക്രമിക്കുന്നു. അത് ഈ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് എടുത്തില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും, കൊലപ്പെടുത്തും, അവരുടെ കുട്ടികളെയും മക്കളെയും പിടിച്ചെടുത്ത് അടിമകളാക്കും, അവരുടെ സമ്പത്ത് കൈക്കലാക്കും എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ മറന്നാളിയും, ഇപ്പൊ നമ്മൾ ഇസ്ലാമിക്കലി ഭയങ്കര ഓർഗനൈസ്ഡ് അല്ല. അടുത്ത 40-50 വർഷം കൊണ്ട് നമ്മൾ ഇസ്ലാമിക്കലി ഓർഗനൈസ് ചെയ്തിട്ട് അതെന്താണ് പശ്ചാത്തലം, കാര്യം വീഡിയോ മൊത്തം കേൾക്കണം. കേട്ടോ, ആൾക്ക് അതിന്റെ ലിങ്ക് കിട്ടിയോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിന് 10 ഇതായില്ലേ പറഞ്ഞത്, സംഗതി കിട്ടിയോ? സംഗതി ഒരാളെ പറഞ്ഞു വിചാരിച്ചോ? ഇദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഇസ്ലാമികമായി ശക്തിയില്ലാത്ത പ്രദേശങ്ങളിൽ ഇപ്പൊ അത് ഹൈഡ് ചെയ്ത് വെക്കും. ഇതിനെയാണ് ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ എനിക്ക് ഗ്രന്ഥത്തിൽ തെളിവുണ്ട്. ഈ ഗ്രന്ഥം വായിച്ചാൽ മതി. പുസ്തകം വായിക്കണം. ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അതായത് വായിച്ചിട്ടില്ല. ഈ നൂറിലൊക്കെ മുഹമ്മദ് നബി എഴുതിയ കത്ത് പോലും കണ്ടിട്ടില്ല. പിന്നെയാണ് അത്. മുഹമ്മദ് നബി ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യവും ആ കത്തും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? ഇസ്ലാമിൽ ജിസിയെ കുറിച്ച് പറയുന്ന ഖുർആൻ വചനങ്ങൾ, അവർ കയ്യോടെ കപ്പം തരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, ഒന്നുകിൽ അവർ മുസ്ലിം ആവുകയോ അല്ലെങ്കിൽ കീഴടങ്ങി കയ്യോടെ കപ്പം തരികയോ ചെയ്യുന്നത് വരെ നിങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് ഖുർആൻ വചനം ഉണ്ടോ? ഏത് സാഹചര്യത്തിൽ ആ ഖുർആൻ വചനവും ഇദ്ദേഹം പറഞ്ഞ വിശദീകരണം യോജിക്കുന്നുണ്ടോ? ഖുർആൻ ഇങ്ങനെ വചനമുണ്ടോ? നിങ്ങളോട് ആക്രമിക്കാതിരിക്കുകയും നിങ്ങളോട് ഒരു കുഴപ്പത്തിന് വരാതിരിക്കുകയും ചെയ്യുന്ന ആളോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. വലിയ ദീൻ ലായിക്രാഫിദ്ദീൻ എന്നൊക്കെ ഖുർആനിലില്ലേ? അതിൽ ഏതാ എടുക്കേണ്ടത്, ഏതാ നിയമം? അതുപോലെ ഓരോ സന്ദർഭ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ശക്തി ഇല്ലാത്ത കാലത്ത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ താമസിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം. അത്രേ ഉള്ളൂ. അധികാരം വരുമ്പോ ഇസ്ലാമിക ശരീഅത്ത് വരുമ്പോ എന്താ ചെയ്യേണ്ട കാര്യത്തിലാണ് അധികാരം കിട്ടിയിട്ടാണ്. നിങ്ങളോട് ശത്രുത കാണിക്കുന്നവരോടല്ലാതെ നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് അധികാരം കിട്ടി. മദീനത്തെ ആയത്താണ്. ഇല്ല, മക്ക കീഴ്പ്പെടുത്തിയതിന് മുമ്പുള്ള ആയത്താണ്. അതൊന്നല്ല, മദീനയില് മക്കം ഫത്തഹിന് മുമ്പുള്ള ആയത്താണ്. മക്കത്തെ കാര്യം എവിടുന്നാണെങ്കിലും മക്ക ഫത്തഹിന്റെ കാര്യമാണത്. മക്കത്തിന് മുമ്പുള്ള കാര്യമാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് നിൽക്കുക. ഈ വചനം ഇറങ്ങിയിട്ട് പിറ്റത്തെ കൊല്ലം ഇറങ്ങിയ ആയത്തില് എന്താ പറയണത്? സൂറത്ത് തൗബയിൽ 5-ാം വചനം ഓതുമ്പോ പരിച തീർക്കാൻ വേണ്ടി എടുക്കുന്നതാണല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും നിങ്ങളോട് ശത്രുത ഇങ്ങോട്ട് ആക്രമിക്കാത്തവരെയും നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കുന്നവരെ നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലാണ്. ഇത് ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം ഇറങ്ങിയതാണ്. അതും കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം പിറ്റത്തെ കൊല്ലം ഇറങ്ങിയതിൽ എന്താ ഉള്ളത്? എപ്പോഴും ആ ആയത്ത് സ്വീകാര്യല്ലേ? എനിക്ക് അതും കഴിഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം ഇതേ ജനതയോട് എന്ത് ചെയ്യണം എന്നാണ് സൂറത്തു തൗബയിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പറയണത്. എന്താ പറയണത്? അവർക്ക് 4 മാസം സമയം കൊടുത്തു ഇസ്ലാമാകാൻ. ഇസ്ലാമാകാൻ തന്നെ, അത്രേ ഉള്ളൂ.
അതൊന്ന് വായിച്ച അത് നമുക്ക് വായിക്കാം. അനക്ക് സൂറത്ത് തൗബ ഇപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിക്കോ. സൂറത്ത് തൗബ എന്തായിരുന്നു എന്ന് അനക്ക് സംസാരിക്കാൻ ഇതേപോലെ മാന്യമായിട്ട് ഖുർആൻ ഉണ്ട്, പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞുതരാം എനക്ക്. അതെനക്ക് അമാനി മൗലവിന്റെ തഫ്സീർ തന്നെ വേണമെങ്കിൽ ഞാൻ വായിച്ചുതരാം. മുസ്ലിം ആവാൻ 4 മാസം സമയം കൊടുത്തു. മുസ്ലിം ആവണോ കൊല്ലപ്പെടണോ എന്ന് തീരുമാനിക്കാൻ. അതുണ്ട്. അപ്പൊ അനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് വിളിച്ചോ. സൂറത്ത് തൗബ നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ എവിടെയും മറ്റേത് കണ്ടിട്ടില്ല. ഇല്ല, ഇജ്ജ് കണ്ടിട്ടില്ല, ഇജ്ജ് ഇനിയും കാണാൻ പോണില്ല. ചിലപ്പോ കുറെ കഴിയുമ്പോൾ എനിക്ക് കാണാൻ മനസ്സിലാവും. സാറില്ല, ഞാനും ഇങ്ങനെ തന്നെ എന്റെ അതേ സ്വഭാവം എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി. എന്നല്ലെങ്കിൽ എന്റെ അതേ സ്വഭാവം ഞാനും വിശ്വാസിയായിരുന്നപ്പോഴേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നേ. നത്തിങ് ടു വറി. എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. നമ്മൾ മനസ്സിലാക്കാനുള്ള ആത്മാർത്ഥത ഉള്ളത് കൊണ്ടും നീ വിശ്വസിക്കുന്ന ദീനിനോട് നിനക്ക് കൂടുള്ളത് കൊണ്ടാണ് നീ ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം. നീ വിശ്വസിക്കുന്നതിൽ നിനക്ക് ആത്മാർത്ഥം ഉള്ളതുകൊണ്ടാണ് നീ ഇത് പറയുന്നത് എനിക്കറിയാം. ഞാനും അങ്ങനെ ആയിരുന്നു. സത്യം മനസ്സിലായത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലായത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്നല്ലോ. നമുക്ക് മനസ്സിലാവാൻ ഇനിയും സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും ചിലപ്പോ. അപ്പോ ഈ സൂറത്ത് തൗബയിൽ ഇനി എന്തിനുള്ളതാണ്? വലിയ തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുള്ളതാണ് സൂറത്ത് തൗബ. ഈ ഒന്ന് തയ്യാറെടുപ്പ് നടത്തിയിട്ട് വിളിക്കേ. ഈ വചനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വിളിക്കേ. നീ കാണാത്ത ഞാൻ കാണിച്ചു തരാം. തഫ്സീർ കാണിച്ചു തരാം. മുസ്ലിം ആകണം എന്ന് പറഞ്ഞത് അതൊക്കെ കാണിച്ചു തരാന്ന്. നീ നാളെ വിളിച്ചോ ഈ സമയത്ത്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി.